Good morning, coaches. Good to see you all again. Welcome you all after a bit of a break that we had. I think I'd like to thank you for your cooperation and patience that you've shown. I think thank you so much. Shortly we will start. Wait for 2 more minutes so more coaches can join in. Today we are going to speak about vertical bat shots. Biju will be taking class same like other classes. Let it be more interactive. Please ask more questions so all of us can learn together. So it's going to be a lot of error detection and correction. And please share your valuable feedback also, what you feel about the class and anything that you feel should be added. Okay, so thank you once again for joining. We'll start. I think we have 23 participants now. Slowly others will join in. So Biju, can you hear me? I can hear you. Yes, Biju. Welcome, Biju. Good morning all. Good morning, Biju. Good morning. Yeah, please start, Biju. You can start. Biju, കാണാമോ എന്നെ കാണാമോ? ടിനു ഇത് ഓഫ് ചെയ്തിരിക്കുകയാണ് ഓഡിയോ. സോറി ബിജു, കിനോവിയാണ് ഞങ്ങൾക്ക് ഇപ്പൊ കാണുന്നത്. അതെ കിനോവിന്നാണോ തുടങ്ങുന്നത്? അതെ, കിനോവിയിലാ തുടങ്ങുന്നത് ആദ്യം. ഓക്കെ then you can start. ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാറ്റിങ്ങിന്റെ സ്കിൽസിനെ കുറിച്ചാണ്. അത് വെർട്ടിക്കൽ ബാറ്റ് ഷോട്ട്സിനെ കുറിച്ച്. അപ്പൊ ഫസ്റ്റ് ക്ലാസ് തന്നെ നമ്മൾ ബേസിക്സും അതുപോലെ തന്നെ ബേസിക്സ് എങ്ങനെ എറർ ഡിറ്റക്ഷനും കറക്ഷനും ഒക്കെ എങ്ങനെ ചെയ്യണം, പിന്നെ ഒരു സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യുക, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതില് ഒരുപാട് എങ്ങനെ ഈ കറക്ഷൻസിലുള്ള ഡ്രിൽസ് അല്ലെങ്കിൽ എന്താണ് ടു മച്ച് ഓഫ് ബേസിക് കറക്ഷൻ അതിലോട്ട് പോകുന്നില്ല. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ ഇതില് നമ്മൾ സ്കില്ലില് ആസ് എ കോച്ചസ് നമ്മൾ എന്തൊക്കെ ഒബ്സർവ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് നമ്മൾ ഓവർലുക്ക് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇതിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ വീഡിയോ അനാലിസിന്റെ ഹെൽപ്പോട് കൂടി എങ്ങനെ നമ്മുടെ സ്കില്ല് നമുക്ക് അസസ്മെന്റ് നടത്താം, അതെങ്ങനെ അങ്ങനെ സിംറ്റംസ് എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ ഒരു പാറ്റേൺ ആണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പൊ ആ പാറ്റേൺ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതുപോലത്തെ സിമിലർ പാറ്റേൺ കാണുമ്പോൾ അത് എന്തുകൊണ്ടാവാം, അല്ലെ അത് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഫസ്റ്റ് ഞാൻ ഈ വീഡിയോയിലോട്ട് പോവാണ്. ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ആദ്യം എല്ലാവരും ഒന്ന് കാണുക നോർമൽ സ്പീഡില്. ഓക്കെ, ഇത് ഒരു ബാക്ക് ഫുട്ട് പഞ്ച് കളിക്കുന്ന ഒരു വീഡിയോ ആണ്.
അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ഒരു സ്ട്രോക്ക് കളിച്ച പോലെ ഉണ്ടാവും. ബട്ട് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒന്ന് അയാള് ഈ ബാറ്റ് നോക്കുക, ബാറ്റ് ബോഡിയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. ഓക്കെ, ആ ഒരു ഇമേജ് നമുക്ക് കാണാം. മാത്രമല്ല ഇതിൽ ഏറ്റവും ഞാൻ എംഫസൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദാ ഈ ഭാഗമാണ്. ഈ ഭാഗമാണ്. അപ്പൊ ആ പ്ലെയറിന്റെ ബാക്ക് ഫുട്ട് സ്ട്രോക്ക് കളിച്ചിട്ടുണ്ടെങ്കിലും സ്ട്രോക്കിൽ ഒരു വെയിറ്റ് ട്രാൻസ്ഫറും ആസ് ഇറ്റ് ഈസ് നടന്നിട്ടില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഒരു സ്ട്രോക്കിന് നമ്മുടെ വെയിറ്റ് ട്രാൻസ്ഫർ അതിന്റെ പവർ ജനറേറ്റ് ചെയ്യാൻ വളരെ 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 അത്യാവശ്യമാണ്. അപ്പൊ ഇവിടെ ഈ പ്ലെയർ ആ സ്ട്രോക്ക് കളിച്ചെങ്കിലും ഉള്ളി ഹാൻഡ്സും അപ്പർ ബോഡിയും കൊണ്ട് മാത്രമേ കളിച്ചിട്ടുള്ളൂ. പക്ഷേ വെയിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള സംഭവം ഇവിടെ നടന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ ബാക്ക് ഫുട്ട് സ്ട്രോക്കിൽ വെയിറ്റ് ട്രാൻസ്ഫർ നടത്തണമെങ്കിൽ നമ്മൾ സ്ട്രോക്ക് കളിക്കുന്നതുകൊണ്ട് കൂടെ തന്നെ നമ്മൾ ഫ്രണ്ട് ഫുട്ട് സ്ട്രോക്ക് കളിക്കുന്ന പോലെ തന്നെ നമ്മൾ ബാക്ക് ഫുട്ടിൽ നിന്ന് ഫ്രണ്ട് ഫുട്ടിലോട്ട് വെയിറ്റ് കൊണ്ടുവരുന്നുണ്ട് ഫ്രണ്ട് ഫുട്ട് സ്ട്രോക്ക് കളിക്കുമ്പോൾ. അതുപോലെ തന്നെ ബാക്ക് ഫുട്ട് സ്ട്രോക്ക് കളിക്കുമ്പോൾ വെയിറ്റ് കൂടുതൽ നമ്മുടെ ബാക്ക് ഫുട്ട് ആയിരിക്കും. പക്ഷെ ആ സ്ട്രോക്ക് കളിക്കുന്നതോടുകൂടി നമ്മുടെ ബാക്ക് ഫുട്ട് ഹീൽ റൈസ് ചെയ്യാണ്. ഹീൽ റൈസ് ചെയ്യുമ്പോൾ നമ്മുടെ വെയിറ്റ് ട്രാൻസ്ഫർ ബോളിലോട്ട് വരികയും കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യാനും കഴിയും. അൺഫോർച്ചുനേറ്റ്ലി എനിക്കിപ്പോ ആ ഒരു പ്രോസസ്സിന്റെ വീഡിയോ എൻ്റെ ഇപ്പൊ അവൈലബിൾ അല്ല. ബട്ട് അത് ഹോപ്പ് നമ്മളെല്ലാം എക്സ്പീരിയൻസ് കോച്ചസ് ആയതുകൊണ്ട് വി ക്യാൻ മേക്ക് ഔട്ട്. കാരണം എന്താ ഈ ഒരു ഏരിയ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അയാളുടെ വെയിറ്റ് മൊത്തം ആ ബാക്ക് ഫുട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഒരു കറക്ഷൻ ചെയ്യാന്നുള്ളത് നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഹെഡ് ബോളിലെ ലൈനിലോട്ട് വരണം അല്ലെങ്കിൽ ഷോൾഡർ കൊണ്ടുപോകണം. അപ്പൊ അതും ഈ വീഡിയോയിൽ അതും ഈ പ്ലെയറിന് വരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം അയാളുടെ ഷോൾഡർ ഇവിടെയാണ്, ബോൾ ഏകദേശം ഇവിടെയാണ് അദ്ദേഹം മീറ്റ് ചെയ്തത്, ഹെഡ് ഇവിടെയാണ്. അപ്പൊ എല്ലാം തമ്മിൽ എന്തുമാത്രം എന്താണ് ദൂരമുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് അയാളുടെ സ്ട്രോക്കിനെ ബാധിക്കാന്ന് പറഞ്ഞാൽ, ഒന്ന് എത്രത്തോളം നമ്മൾ ബോളിന്റെ അടുത്തൊന്ന് കളിക്കുക അത്രത്തോളം ബോൾ നമ്മളെ കൺട്രോളിലിരിക്കും. ഒന്ന്. രണ്ട്, നമുക്ക് വെയിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനും ബാറ്റ് ബോളിന്റെ ലൈനിലോട്ട് ബോളിന്റെ പ്ലെയിനിലോട്ട് കൊണ്ടുവരാനൊക്കെ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിനെ നമ്മൾ പറയുന്നത് നല്ലൊരു അലൈൻമെന്റിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, നമ്മൾ എപ്പോഴും കാണാറുണ്ട് ഈ ബാക്ക് ഫുട്ട് സ്ട്രോക്ക് കളിക്കുമ്പോഴാണ് മിക്കവാറും ബോള് വിക്കറ്റിന്റെ പുറകിലോട്ട് പോകുന്നത്. അതെല്ലാം ഈ എവേ ഫ്രം ദ ബോഡി കളിക്കുന്നതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അയാളുടെ ബാറ്റിന്റെ ആംഗിള് ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം. സോ ബാറ്റിന്റെ ഫേസ് ഇരിക്കുന്ന രീതി നിങ്ങൾക്ക് കാണാം. ബാറ്റിന്റെ ഫേസ് ഏകദേശം കവർ പോയിന്റ് അല്ലെങ്കിൽ പോയിന്റ് റീജിയനിലോട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു പൊസിഷനിൽ ബോളിൽ ബാറ്റ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 50-50 ചാൻസ് ഉണ്ട് ബോള് വിക്കറ്റിന്റെ പുറകിലോട്ട് പോകാൻ. കാരണം ഒന്ന് ആലോചിക്കുക, നമ്മള് സ്ലിപ്പ് ക്യാച്ച് അടിക്കാനും ബാറ്റിന്റെ ഫേസ് ഈ ഒരു ആംഗിളിലാണ് വെക്കുന്നത്. അപ്പൊ ഈ ഒരു ആംഗിൾ വെക്കുമ്പോഴാണ് നമുക്ക് ബാക്കിലോട്ട് ബോളിനെ നമുക്ക് എന്താണ് ഡിഫ്ലക്ട് ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ അതേ ഒരു പൊസിഷനിലാണ് ഈ പ്ലെയറും ബോളിനെ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് സംഭവിക്കുന്നത് അയാൾ ബോളിന്റെ ലൈനിൽ അടുത്തോട്ട് വരാത്തതുകൊണ്ടാണ്. അത് എന്തുകൊണ്ട് വരാന്ന് വെച്ചാൽ അയാളുടെ ഹെഡും ഷോൾഡറും ബോളിനെ ലൈനിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അയാൾക്ക് കുറച്ചുകൂടെ ബാറ്റ് ബോളിന്റെ ലൈനിന്റെ പുറകെ തന്നെ കൊണ്ടുവരാൻ കഴിയും. കുറച്ചുകൂടെ നല്ല പവറോട് കൂടി കൺട്രോളോട് കൂടി സ്ട്രോക്ക് കളിക്കാനും കഴിയും. Hope I covered that one. സോ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അത് എങ്ങനെ കറക്റ്റ് ചെയ്യുന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ് തന്നെ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാന്ന. ഫസ്റ്റ് നമ്മൾ ആദ്യം തന്നെ ഒരു എന്താണ് സിമ്പിൾ ടു കോംപ്ലക്സ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തിരുന്നു. ഫസ്റ്റ് പ്ലെയറിനെ ഒരു സ്റ്റേഷനറി പൊസിഷനിൽ നിന്ന് തന്നെ നമ്മൾ
എന്താണ് സ്റ്റേഷനറി ബോൾ വെച്ച് തന്നെ ഹിറ്റ് ചെയ്യിക്കുന്നു. അതായത് ആ സ്ട്രോക്കിന്റെ ഏറ്റവും അവസാനത്തെ പൊസിഷനിൽ, അതായത് ഓൾമോസ്റ്റ് ബോൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ ആ പൊസിഷനിൽ വരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ബോളിന്റെ പുറകിൽ പുഷ് ചെയ്ത് കളിക്കുന്നു. അതിനുശേഷം അതേ പൊസിഷനിൽ നിന്ന് തന്നെ കുറച്ചുകൂടെ ഷോൾഡറും ഹാൻഡ്സ് യൂസ് ചെയ്ത് ഹിറ്റ് ചെയ്യുന്നു. ദെൻ സ്ലോലി നമ്മളൊരു ഫീഡറെ കൊണ്ടുവരുന്നു. അപ്പൊ അണ്ടർആം കുറച്ച് റോളിങ് ചെയ്യുന്നു. അതിനുശേഷം ദെൻ അണ്ടർആം ഫീഡ് ചെയ്യുന്നു. അതായത് ഫുൾ ടോസ്, ലോ ഫുൾ ടോസ് ഫീഡ് ചെയ്യുന്നു. അപ്പൊ പയ്യെ നിങ്ങൾ ആ സിമ്പിൾ ടു കോംപ്ലക്സ് മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ പ്ലെയറിന് അങ്ങനെ ഒരു ഹാബിറ്റ് ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. അപ്പൊ ഇതിലൊരു കീ പോയിന്റ് നമ്മുടെ ഹെഡ് ഷോൾഡർ ബോളിന്റെ ലൈനിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഫ്രണ്ട് ഷോൾഡർ ഹെഡും കൊണ്ടുവന്നാൽ തന്നെ നിങ്ങൾക്ക് ബോളിന്റെ ലൈനിന്റെ പുറകില് നമ്മുടെ കൈയും ബാറ്റും ഒക്കെ അലൈൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അടുത്ത വീഡിയോ ആണ്. സോറി, അടുത്ത വീഡിയോ ക്ലിക്ക് ആയിട്ടില്ല. യെസ്, അപ്പൊ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് അത് മേക്ക് ഔട്ട് ചെയ്യാം. ഈ പ്ലെയർ എങ്ങനെയാണ് ഈ ബാക്ക്വേർഡ് സ്ട്രോക്ക് കളിക്കുന്നതെന്ന്. ഇൻസ്റ്റെഡ് ഓഫ് ബോൾ, നമ്മളെല്ലാം ബേസിക്സ് പഠിക്കുന്ന പോലെ ബാക്ക് ആൻഡ് അക്രോസ് അല്ല ഇദ്ദേഹം മൂവ് ചെയ്യുന്നത്. ഇത് ബാക്ക് ആൻഡ് എവേ ആണ് മൂവ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു മിഡ് ലൈൻ ഓഫിൽ നിൽക്കുന്നുണ്ട്. അയാളുടെ സ്റ്റാൻഡ്സ് അവിടെ നിന്ന് അയാൾ സ്ട്രോക്ക് കളിക്കുമ്പോ ഓൾമോസ്റ്റ് ലെഗ് സ്റ്റംപ് അല്ലെങ്കിൽ ലെഗ് സ്റ്റംപിന്റെ പുറത്തോട്ടാ പോകുന്നത്. ഇത് രണ്ട് കാര്യങ്ങളായിരിക്കാം. ഒന്ന്, അയാൾ ആ മെത്തേഡ് പഠിച്ചിരിക്കുന്ന രീതി, അത് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടി വരും. കാരണം ബാക്ക് ആൻഡ് അക്രോസ് മൂവ്മെന്റ് അയാൾക്ക് അത്ര അറിയില്ലായിരിക്കും. ഒന്ന്. രണ്ട്, നമ്മൾ അടുത്തത് നോക്കേണ്ടതെന്ന് വെച്ചാൽ അയാളുടെ മനസ്സിൽ ഷോർട്ട് ബോൾ കളിക്കാൻ എന്തെങ്കിലും ഭയമുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതാദ്യം മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ ആസ് എ കോച്ച് നമ്മൾ ഉടനെ തന്നെ ഒരു കൺക്ലൂഷനിൽ എത്തേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ആ പ്ലെയറിനെ ഒബ്സർവ് ചെയ്യണം. കാരണം പ്ലെയറിന്റെ സൈക്കോളജിക്കൽ ആണോ ഓർ ഇത് ടെക്നിക്കൽ പ്രോബ്ലം ആണോ നല്ലോണം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ റെമഡിയിലോട്ട് പോകണം. സൈക്കോളജിക്കൽ ആണെങ്കിൽ അത് ആദ്യം അയാളുടെ മനസ്സിലുള്ള പേടി മാറ്റാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന് നമ്മൾ എന്തുതരം ഡ്രിൽസ് അല്ലെങ്കിൽ എന്തുതരം എന്താണ് പ്രാക്ടീസ് ആണ് അവർ കൊടുക്കേണ്ടത്, അതെങ്ങനെ കൗൺസിൽ ചെയ്ത് മാറ്റാം, അതൊക്കെ ഒരു കോച്ച് ത്രൂ എക്സ്പീരിയൻസ് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കില്ല് ബിൽഡ് ചെയ്യുന്ന പോലെ തന്നെ സിമ്പിൾ ടു കോംപ്ലക്സ് മെത്തേഡ് വഴി ഇത് കൊണ്ടുവരാം. നമ്മൾ സിമ്പിൾ ടു കോംപ്ലക്സ് മെത്തേഡ് പറയുമ്പോഴും നമ്മൾ സ്കില്ല് ബിൽഡ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ കറക്ഷൻസ് ചെയ്യുമ്പോൾ റിവേഴ്സ് സീക്വൻസിൽ ചെയ്യുക. ഏറ്റവും അവസാനത്തെ പാർട്ടിൽ നിന്ന് പുറകോട്ട് വരിക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഏറ്റവും അവസാനത്തെ പാർട്ട് ഇപ്പൊ ഇതിൽ ഫോളോ ത്രൂ ആയിരിക്കും. ഫോളോ ത്രൂ നിന്ന് പുറകോട്ട് ബിൽഡ് ചെയ്യുക. അപ്പൊ കുറച്ചുകൂടെ അയാൾക്കത് മനസ്സിലാക്കാനും പെട്ടെന്ന് മസിൽ മെമ്മറി ഡെവലപ്പ് ചെയ്യാൻ അത് അയാളെ ഹെൽപ്പ് ചെയ്യും. സോ ലേൺ ഇൻ റിവേഴ്സ് സീക്വൻസിങ്. നോക്കുക എന്തുമാത്രം അദ്ദേഹം ബോളിൽ നിന്ന് ദൂരെയാണെന്ന് കാണാം. ബോൾ ഏകദേശം ഇവിടെ ഉണ്ട്. സോ അയാളുടെ ഫുട് വർക്ക് ഇവിടെ ഉണ്ട്. ആൻഡ് ഹാൻഡ്സ് ആൻഡ് ബാറ്റ് ഹിയർ. സോ നേരത്തെ പറഞ്ഞ അതേ കാര്യം എന്നാണ്. നമ്മുടെ ഹെഡും ഷോൾഡറും നോവെയർ നിയർ ദ ബോളാണ്. ബോളിന്റെ ലൈനിന്റെ അടുത്ത് പോലും ഇല്ല. ഓക്കെ, ബാക്കി വേറെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അയാൾക്ക്. കാരണം അയാളുടെ അലൈൻമെന്റും കാര്യങ്ങളൊക്കെ ഇതിൽ കുറച്ച് കറക്ഷന്റെ ആവശ്യമുണ്ട്. ബട്ട് ഏറ്റവും അത്യാവശ്യം അയാൾ ഈ സ്ട്രോക്ക് കളിക്കുമ്പോൾ അയാളുടെ ഹെഡും ഷോൾഡറും ബോളിനെ ലൈനിൽ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഒരുവിധമെങ്കിലും അയാൾക്ക് ആ സ്ട്രോക്ക് കളിക്കാനുള്ളൊരു ഒരു കഴിവ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. അടുത്ത വീഡിയോയിലോട്ട് നോക്കാം.
സോ ഇത് നോർമൽ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ, നോർമൽ സ്പീഡിൽ നോക്കുകയാണെങ്കിൽ ആ പ്ലെയർ നല്ലൊരു സ്ട്രോക്ക് കളിച്ച പോലെ നമുക്ക് തോന്നിയേക്കാം. സോ നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ടത് അയാൾ എവിടെയാണ് ബോൾ മീറ്റ് ചെയ്യുന്നത് നോക്കുക. ഓൾമോസ്റ്റ് ഈ ഏരിയയിൽ വെച്ചാണ് ബോൾ മീറ്റ് ചെയ്യുന്നത്. നമ്മൾ കോച്ചിങ് പോയിന്റ് ആയിട്ട് പറയാണ്ട് മീറ്റ് ദ ബോൾ അണ്ടർ ദ ഐസ്, അല്ലെങ്കിൽ നമ്മൾ ചിന്നിന്റെ താഴെ എത്രത്തോളം ക്ലോസ് ടു ബോഡി മീറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം മീറ്റ് ചെയ്യാൻ പറയും. അതിലുള്ള ഒരു ഉദാഹരണം, ഒന്ന് ബോൾ നമുക്ക് നമ്മുടെ കൺട്രോൾ ഇരിക്കുകയും ചെയ്യും. വേറെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാല് നമ്മുടെ ബാറ്റിന്റെ ആംഗിൾ ആണ്. ബാറ്റിന്റെ ആംഗിൾ എത്രത്തോളം നന്നായിട്ട് ആംഗിൾ ചെയ്യാൻ കഴിയും അത്രത്തോളം ബോളിനെ നമുക്ക് ഗ്രൗണ്ട് സ്ട്രോക്ക് തന്നെ കളിക്കാൻ കഴിയും. ഒന്ന്. രണ്ട്, ബാറ്റിന് ആംഗിൾ വരണമെങ്കിൽ നമ്മുടെ ഹെഡും ഫ്രണ്ട് ഷോൾഡറും നന്നായിട്ട് യൂസ് ചെയ്യണം. അത് ഇനി നമ്മൾ സ്ലൈഡ് നോക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വ്യക്തമാവും. അപ്പോ ആ രണ്ട് കാര്യങ്ങൾ വരികയാണെങ്കിൽ നല്ല ബാറ്റ്സ്മാന്റെ ഫുട് വർക്കും നന്നാവും. ഈ മീറ്റ് ചെയ്യുന്നത് കറക്റ്റ് നമ്മുടെ ചിന്നിന് താഴെ ആയിട്ട് മീറ്റ് ചെയ്യാനും കഴിയും. ഏകദേശം somewhere here you can meet, ഈ ടോഡ് അടുത്ത് വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാൻ കഴിയും. ജസ്റ്റ് ഒരു പാറ്റേൺ കാണിക്കുന്നേ ഉള്ളൂ. ഈ പാറ്റേൺ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയും. അയാളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ബാറ്റ് ഒരുപാട് ബോഡി ഫ്രണ്ടിലാണ്. അവിടെ വേറൊരു സംഭവം എന്ന് വെച്ചാല്, ഒന്ന് കൺട്രോളിൽ ബോൾ സ്ട്രോക്ക് കളിക്കാനുള്ള ഒരു കൺട്രോളും അയാൾക്ക് കുറയാൻ സാധ്യതയുണ്ട്. വേറൊന്നെന്ന് വെച്ചാല് അയാളുടെ ബാറ്റിന്റെ സ്പീഡ്, അതായത് നമ്മള് ബാറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് നമ്മുടെ ആ ബോഡി പ്ലെയിന്റെ അകത്താണ് മാക്സിമം സ്പീഡ് അച്ചീവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്നതോറും ബാറ്റിന്റെ സ്പീഡ് കുറയും. അപ്പം അതും ഈ സ്ട്രോക്കിന്റെ പവറിനെ വല്ലാണ്ട് അത് ബാധിക്കും. അപ്പൊ ഇവിടെ കാണാൻ അയാള് ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ പവറിലല്ല ഈ സ്ട്രോക്ക് പോകുന്നത്. കാരണം ആ ബാറ്റിന്റെ സ്പീഡ് ഓൾമോസ്റ്റ് സ്ലോ ആയി കഴിഞ്ഞു. അപ്പൊ അപ്പോഴത്തേക്കും ആ ഇമ്പാക്റ്റും ആ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഒരു ബാറ്റ്സ്മാന് ഒരു സ്ട്രോക്കിൽ ആവശ്യം ഒന്ന് നല്ല പവറിൽ ഹിറ്റ് ചെയ്യാന്നുള്ളതാണ്, അയാളുടെ മാക്സിമം പവറിൽ ഹിറ്റ് ചെയ്യാന്നുള്ളതാണ്. സെക്കൻഡ് വൺ ഈസ് കൺട്രോൾ. ആ ഹിറ്റ് ചെയ്യുന്ന ആ സ്ട്രോക്കിൽ കൺട്രോൾ വേണം. കാരണം അയാൾ ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ബോൾ പോകണം. അപ്പൊ ഇത് രണ്ടും ആസ് എ ബാറ്റ്സ്മാൻ ഒരു സ്ട്രോക്കിൽ ആവശ്യമാണ്. അപ്പൊ ഈ ഒരു കാര്യം നമ്മള് പാറ്റേൺ നമ്മള് കണക്കിലെടുക്കുക. അടുത്ത വീഡിയോയിലോട്ടാണ്. സോ ഇവിടെ ഈ പാറ്റേൺ ഒക്കെ നമ്മൾ സ്ഥിരം നമ്മൾ നെറ്റ്സിലും പ്രാക്ടീസ് സെഷൻസിലൊക്കെ കാണുന്നതാണ്. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അയാളുടെ ഫ്രണ്ട് ഷോൾഡർ ഏകദേശം ഈ ലൈനിലുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് ലീനിങ് ഫോർവേഡ്, അല്ലെങ്കിൽ ബോളിലോട്ട് അധികം പോകുന്നില്ല. സോ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് കാണാം. സോ ഇപ്പൊ അയാൾ മീറ്റ് ചെയ്യുന്ന ഒരുപാട് ലേറ്റ് ആണ്. അതായത് ഇപ്പം അയാൾ ഫ്രണ്ട് ഫുട്ട് സ്ട്രോക്ക് കളിച്ചെങ്കിലും അയാളുടെ വെയിറ്റ് ട്രാൻസ്ഫർ കംപ്ലീറ്റ് ഇവിടെയാണ്, ബാക്ക് ഫുട്ടിലാണ്. സോ അഗൈൻ ഇതും എന്താണ് ഇതും സ്ട്രോക്കിന്റെ പവറിനെ വല്ലാണ്ട് ബാധിക്കും. സെക്കൻഡ് ഞാൻ കാണിക്കാം. ഓക്കെ, ഈ ബോഡി പൊസിഷൻ നിങ്ങൾ നോക്കിയാൽ മതി. സോ അയാളുടെ വെയിറ്റ് മൊത്തം ഏകദേശം പുറകിലാണ്, ഹെഡ് ഏകദേശം പുറകിലാണ്. അപ്പൊ ഇതിൽ ഉണ്ടാകുന്ന സാധ്യത എന്ന് വെച്ചാൽ, ഒന്ന് എഫിഷ്യന്റ് ആയിട്ടുള്ള വെയിറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ പവർ സ്ട്രോക്കിൽ ഉണ്ടാവില്ല. ഒന്ന്. രണ്ട്, ഈ പൊസിഷനിൽ നിന്ന് ഹിറ്റ് ചെയ്യാൻ ബോള് കൂടുതലും കൺട്രോൾ കിട്ടാൻ, അതായത് കൂടുതൽ എയറിൽ പോകാനുള്ള ചാൻസ് അധികമുണ്ട്. കാരണം ബാറ്റിന്റെ ആംഗിൾ അപ്പോഴത്തേക്ക് ബോൾ മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് മാറാനും ഇവിടെ സാധ്യതയുണ്ട്. സോ ഇതെങ്ങനെ കറക്റ്റ് ചെയ്യുന്ന വെച്ചാൽ, അഗൈൻ ഞാൻ ഗോയിങ് ബാക്ക് ടു ദ ബേസിക് തന്നെയാണ്.
അവിടെ നമ്മൾ ഫ്രണ്ട് ഷോൾഡർ യൂസ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡർ ടുവേർഡ്സ് ദ ബോൾ, ടുവേർഡ്സ് ദ ലൈൻ ഓഫ് ദ ബോൾ. ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഹെഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഹെഡ് എവിടെ പോകുന്നു അവിടെ നമ്മുടെ ഫീറ്റ് മൂവ് ചെയ്യും. ഫ്രണ്ട് ഷോൾഡർ യൂസ് ചെയ്യണേ അതിനനുസരിച്ച് നമ്മുടെ കൈയും ബാറ്റും ബോളിനെ ലൈനിലോട്ട് അലൈൻ ചെയ്ത് കൊണ്ടുവരാനും എളുപ്പമാണ്. അപ്പോ ആ ഒരു എന്താണ് ആ പ്രോസസ് കൊണ്ടുവരുന്ന ഡ്രിൽസ് നമുക്ക് ഇവിടെ കൊണ്ടുവരാവുന്നതാണ്. എഗൈൻ അത് ബിൽഡ് ചെയ്യണത് ഞാൻ പറഞ്ഞു റിവേഴ്സ് സീക്വൻസിൽ ചെയ്യുക. ഏറ്റവും അവസാനത്തെ പാർട്ടിയിൽ നിന്ന് പുറകോട്ട് ആ കറക്ഷൻ ചെയ്യിക്കുക. ഓക്കെ, അപ്പൊ ഏകദേശം ഇവിടെ ഓൾമോസ്റ്റ് ബോൾ മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഇവിടെ നിന്ന് ഈ ഫോളോ ത്രൂ ആദ്യം ചെയ്യിക്കുക. ദെൻ അവിടെ നിന്ന് പുറകിലോട്ട് അടുത്ത ബാക്ക് ലിഫ്റ്റിൽ നിന്ന് ഇമ്പാക്റ്റിലോട്ട് കൊണ്ടുവരിക. ദെൻ അഗൈൻ സ്റ്റാൻഡ്സിൽ നിന്ന് ഫുട് വർക്ക്, ദെൻ ഇമ്പാക്ട്. അങ്ങനെ ഓരോ പാർട്ടായിട്ട് നിങ്ങൾ മാസ്റ്റർ ചെയ്ത് കൊണ്ടുവരിക. ഓൾ ഓഫ് എ സഡൻ നമ്മൾ ഇത് രണ്ടും പറഞ്ഞാൽ കുട്ടിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല. ഏത് പാർട്ടാണ് അയാൾക്ക് കറക്ഷൻ ചെയ്യേണ്ടത് ആ ഒരു പാർട്ട് ആദ്യം ചെയ്യുക. ആദ്യം അയാളുടെ ഹെഡും ഷോൾഡറും വരാത്തതാണ്. അപ്പൊ അത് മാത്രമാണ് നമ്മൾ എന്താണ് ഐസൊലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ സ്റ്റേഷനറി ബോൾ വെച്ചിട്ട് അത് മാത്രം ചെയ്യിക്കുക. ഇപ്പൊ കുറച്ചുകൂടെ എന്താണ് ഇൻഎക്സ്പീരിയൻസ് പ്ലെയർ ആണെങ്കിൽ റിഹേഴ്സിൽ തന്നെ തുടങ്ങുക. കുറച്ചുകൂടെ എക്സ്പീരിയൻസ് പ്ലെയർ ആണെങ്കിൽ അത്ര റിഹേഴ്സിന്റെ ആവശ്യമില്ല, എന്നാലും ഒരു ഫീൽ കിട്ടാൻ റിഹേഴ്സും നല്ലതാണ്. അതിനുശേഷം സ്റ്റേഷനറി ബോൾ, ദെൻ ചെറിയ ഫീഡിങ്, ദെൻ റോളിംഗ്, ദെൻ ബൗൺസിങ്, അങ്ങനെ പയ്യെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. അത് ഓരോ പാർട്ടും അങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. അടുത്ത വീഡിയോയിലോട്ട് അഗൈൻ അതേ ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ഒരു കൺക്ലൂഷനിൽ എത്തുക? ഫസ്റ്റ് ഇൻസ്റ്റൻസ് നമുക്ക് പറയാം അയാളുടെ ഷോൾഡർ ഹെഡും ബോളിന്റെ ലൈനിൽ വന്നിട്ടില്ല എന്നുള്ള ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്താൻ കഴിയും. പക്ഷേ ആസ് എ കോച്ച് ഞാൻ ഒരു സ്റ്റെപ്പ് കുറച്ചുകൂടെ എന്താണ് മുമ്പോട്ട് പോവാണ്. ഇവിടെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അയാൾ ബോൾ ജഡ്ജ് ചെയ്ത് തന്നെ പിക്ക് ചെയ്ത് തന്നെ കുറച്ച് ലേറ്റ് ആയി പോയി. ബാറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ബോൾ പോയി കഴിഞ്ഞു. അപ്പൊ ഇത് കറക്ഷൻ ഇങ്ങനെ ഒരു പാറ്റേൺ കാണുമ്പോൾ നമ്മൾ ഓൾ ഓഫ് എ സഡൻ നമ്മൾ ഈ എന്താണ് ഫിസിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ പാർട്ടിലായിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ ഇവിടെ സംഭവിച്ചത് അയാളുടെ എന്താണ് ആ പെർസെപ്ച്വൽ ക്യൂസ്, അതായത് ആ മെന്റൽ സ്കിൽസിന്റെ ഒരു ഭാഗമാണ് അയാൾ ആ ബോളറെ റീഡ് ചെയ്യുക അല്ലെങ്കിൽ ആ ബോളിന്റെ പാറ്റേൺ റീഡ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അവിടെ കുറച്ച് അദ്ദേഹം ലേറ്റ് ആയി പോയി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ സ്ട്രോക്കിലും എല്ലാം അത് ബാധിച്ചു. അയാൾ ബാറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ബോൾ പാസ് ചെയ്ത് പോയി കഴിഞ്ഞു. നിങ്ങൾക്കത് കാണാം. ബാറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ബോൾ അവിടെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞു. സോ അപ്പൊ ഈ ഒരു കാര്യങ്ങളും കണക്കിലെടുക്കണം. കാരണം നമ്മൾ
ജസ്റ്റ് ഫിസിക്കൽ ആസ്പെക്ട് മാത്രമല്ല, അയാളുടെ മൈൻഡിൽ വേറെ എന്താ നടക്കുന്നത് അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇത് പക്ഷേ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കത്തുള്ളൂ. ബട്ട് ഇനി നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം പെട്ടെന്നൊരു കൺക്ലൂഷനിൽ വരുന്നതിനെക്കാട്ടിലും കുറച്ചൊന്ന് സമയം എടുക്കുക. വൈ സംഭവിച്ചു, അല്ലെങ്കിൽ എന്തായിരിക്കും അതിന് റിയൽ കോസ് എന്തായിരിക്കും, അതാണ് നമ്മൾ ആദ്യം അഡ്രസ് ചെയ്യേണ്ടത്. അപ്പം എഗൈൻ എംഫസൈസ് ചെയ്യുന്ന റിയൽ കോസ് എന്താണ്, അതാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. ഈ ബാക്കിയെല്ലാം എല്ലാം സിംറ്റംസ് ആണ്, റിയൽ കോസ് അതാണ്. അടുത്ത വീഡിയോയിലോട്ട് മൂവ് ചെയ്തിരിക്കുകയാണ് ഞാൻ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യത്തെ ഒരു ബാക്ക്ഫുട്ട് സ്ട്രോക്കിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇങ്ങനെ അയാളുടെ ഷോൾഡർ നോക്കാം നിങ്ങൾക്ക്. സോ ഇപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ ബാറ്റിന്റെ ഫേസ് നമുക്ക് ഇവിടെ ഏകദേശം കാണാം. ഓക്കെ, അപ്പൊ അതായത് ബാറ്റിന്റെ ഫേസ് ഓൾമോസ്റ്റ് ആ സമയത്ത് പോയിന്റ് ചെയ്തിരിക്കുന്നത് പോയിന്റ് റീജിയനിലോട്ടാണ്. ഇത് ഞാൻ മിക്കവാറും എന്താണ് പ്ലേയേഴ്സിൽ കാണാറുണ്ട്. കാരണം അവർ സ്ട്രോക്ക് കളിക്കുമ്പോൾ കവർ അല്ലെങ്കിൽ പോയിന്റ് റീജിയനിലോട്ടായിരിക്കും അവർ ഈ ബാക്ക്ഫുട്ട് ഡ്രൈവ് കളിക്കുന്ന സമയത്ത് നോക്കുന്നത്, അല്ലെങ്കിൽ ആ ഡയറക്ഷനിലോട്ട് അധികം കളിക്കാൻ നോക്കാറുണ്ട്. അപ്പൊ അവിടെ കളിക്കുമ്പോൾ എന്ന് വെച്ചാൽ ബാറ്റിന്റെ ഫേസ് വല്ലാണ്ട് ഓപ്പൺ ചെയ്ത് തന്നെ ആയിരിക്കും. ബോളിന്റെ ലൈനിന്റെ ബാക്കില് ബാറ്റിന്റെ ഒരു ഭാഗവും അധികം വരാറില്ല. അപ്പൊ ഇവര് എത്ര പ്ലേയിങ് ആൻഡ് മിസ്സിംഗ് ആണെങ്കിൽ അവർക്ക് അത് മനസ്സിലാവില്ല, എന്തുകൊണ്ടാണ് ഞാൻ ആ എഡ്ജ് എടുത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് മിസ് ചെയ്തെന്ന് മനസ്സിലാവാറില്ല. അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹെഡ് ആൻഡ് ഷോൾഡർ ബോളിന്റെ ലൈനിലെ ബാക്കിൽ കൊണ്ടുവന്ന് കളിക്കാൻ തന്നെ നമ്മൾ ആ ഒരു പോയിന്റ് കൂടുതൽ എംഫസൈസ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എങ്കിൽ മാത്രമേ ബോളിന്റെ ലൈനിന്റെ പുറകിൽ അവർക്ക് ആ ഫ്രണ്ട് ഷോൾഡർ ഹെഡും കൊണ്ടുവരാൻ കഴിയുള്ളൂ. എങ്കിൽ മാത്രമേ കൈയും ബാറ്റും ആ ബോളിന്റെ ലൈനിലോട്ട് അവർക്ക് അലൈൻ ചെയ്ത് കൊണ്ടുവരാൻ എളുപ്പമായിരിക്കത്തുള്ളൂ. ആൻഡ് ദാറ്റ് മേക്സ് എഫിഷ്യന്റ് സ്ട്രോക്സ്. സോ നിങ്ങൾ ആ വീഡിയോ കാണാം. ഇവിടെ നോക്കുകയാണെങ്കിൽ അഗൈൻ ഈ പ്ലെയറിന്റെ ഹെഡ് പൊസിഷൻ നിങ്ങൾ നോക്കുക, ഇറ്റ് ഈസ് സ്റ്റിൽ ബിഹൈൻഡ്. ആൻഡ് അയാളുടെ സ്ട്രൈഡ് ലെങ്ത് വലുതല്ല. അപ്പൊ ഈ പൊസിഷനിൽ ബോൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ സ്ട്രോക്കിന്റെ രണ്ട് കാര്യങ്ങളും ബാധിക്കപ്പെടും. ഒന്ന്, ആ സ്ട്രോക്കിൽ കൊടുക്കാനുള്ള പവർ, അതായത് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള വെയിറ്റ് ട്രാൻസ്ഫർ നടന്നെങ്കിൽ മാത്രമേ ആ സ്ട്രോക്കിൽ അയാളുടെ ഓപ്റ്റിമം പവർ ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലുള്ളൂ. ഒന്ന്. രണ്ട്, ഇത്രത്തോളം ചെറിയ സ്ട്രൈഡ് വരുന്നതോടും കൂടി അയാളുടെ ബാറ്റിന്റെ നമ്മൾ ഡൗൺ സ്വിങ്ങിന്റെ ആർക്ക് എന്ന് പറയാം, ഈ ഡൗൺ സ്വിങ്ങിന്റെ ആർക്ക് ഏകദേശം ഈ ഏരിയയിൽ വരുമ്പോ ഇത്ര ഏരിയയിൽ കുറച്ചൊന്ന് ഫ്ലാറ്റൻ ചെയ്ത് വരും. ഇവിടെ നിന്ന് ബാറ്റ് വരികയാണെങ്കിലും കുറച്ച് ഫ്ലാറ്റൻ ചെയ്ത് വരും. ആ ഫ്ലാറ്റനിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല് ആ ഫുട് വർക്കിന് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ബാറ്റിന്റെ ഈ ആർക്ക് ഫ്ലാറ്റൻ ചെയ്യുന്ന വഴി ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ട്രോക്കിൽ മാക്സിമം ഫോഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ബാറ്റ് ബോളിന്റെ പുറകിൽ കൂടുതൽ നേരം വർക്ക് ചെയ്യും.
അപ്പൊ അങ്ങനെ കൂടുതൽ പവർ ബോളിന്റെ പുറകിൽ കൊടുക്കാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഫുട് വർക്ക് നന്നായാൽ ബാറ്റിന്റെ ഈ ആർക്ക് ഫ്ലാറ്റൻ ചെയ്യുന്നതോടുകൂടി ബോൾ കുറച്ചുകൂടെ ഗ്രൗണ്ട് വഴി പോകാൻ അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്ട്രോക്സ് കളിക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കും. കാരണം വെച്ചാൽ ഈ എത്രത്തോളം നമ്മളെ ബാറ്റിന്റെ നമ്മുടെ ഫുട് വർക്കിന്റെ സ്ട്രൈഡിന്റെ ലെങ്ത് കുറയും, അത്രത്തോളം ബാറ്റിന്റെ ആർക്ക് ഏകദേശം ഒരു സർക്കുലർ ചെറിയൊരു കർവ് എനിക്കിപ്പോ ഇതിൽ വരയ്ക്കാൻ കഴിയുന്നില്ല, പക്ഷെ ചെറിയൊരു ഇങ്ങനെ ഒരു കർവ് ഷേപ്പിലായിരിക്കും ബാറ്റിന്റെ ബോട്ടം ഓഫ് ദ ബാറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഏകദേശം ഈ ആംഗിളിലായിരിക്കും ബോൾ മീറ്റ് ചെയ്യണമെങ്കിൽ ബോൾ എയറിൽ പോകാനുള്ള സാധ്യത അധികമുണ്ട്. അപ്പോ ഇവിടെ എഗെയിൻ അയാളുടെ ഫുട് വർക്ക് എന്തുകൊണ്ട് ബാധിക്കുന്നു വെച്ചാൽ എഗെയിൻ അയാളുടെ ബേസിക്സ് തന്നെയാണ്. ഹെഡ് ആൻഡ് ഷോൾഡർ കൊണ്ട് കുറച്ചുകൂടെ മൂവ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ വലിയ സ്ട്രൈഡ് വയ്ക്കാമായിരുന്നു, കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ട് ആ സ്ട്രോക്ക് കളിക്കാമായിരുന്നു. അപ്പൊ ഈ സിംറ്റംസ് നമ്മൾ കാണാറുണ്ട്, ചെറിയ സ്ട്രൈഡ് ദെൻ ആ സ്ട്രോക്ക് കളിക്കുന്നത്. പക്ഷെ നമുക്ക് ആ സ്ട്രോക്ക് ഇപ്പൊ ഈ വീഡിയോയിൽ ഒരു നോർമൽ സ്പീഡ് നോക്കിയാൽ നല്ലൊരു സ്ട്രോക്ക് കളിച്ച പോലെ തോന്നും, പക്ഷെ ആ സ്ട്രോക്കിൽ പവറോ അല്ലെങ്കിൽ അധികം കൺട്രോളോ ആ പ്ലെയറിനെ കൊണ്ടുവരാനുള്ള സാധ്യത ഇല്ല. ഇതൊക്കെ എവിടെ ക്രൂഷ്യൽ ആവുമെന്ന് വെച്ചാൽ ഇപ്പോ ഈ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ നമ്മളിപ്പം ഒരു ലെവലിന് മുകളിൽ കുറച്ചുകൂടെ അണ്ടർ 19 സ്റ്റേറ്റോ അതിന്റെ മുകളിൽ കളിക്കാൻ പോകുമ്പോൾ ഈ കൂടുതലും ഇവരൊക്കെ ഈ പ്ലേയേഴ്സ് ഒക്കെ സ്പിന്നേഴ്സിനെ കളിക്കേണ്ടി വരും. അപ്പൊ വലിയ ഈ അത്യാവശ്യം ഡീസന്റ് സ്ട്രൈഡ് വെച്ച് ഡ്രൈവ് ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ ഈ സ്ട്രോക്കുകളെല്ലാം ഏറി തന്നെ പോകാനുള്ള സാധ്യത അധികമാണ്. ചെറിയ മിസ്റ്റേക്ക് ആണ്, ബട്ട് ഇത് അവരെ വലിയ ഇന്നിങ്സ് കളിക്കൽ നിന്ന് ഒരുപാട് തടയും. അതേ പ്ലെയറിന് തന്നെ വേറൊരു വീഡിയോ ആണ്. ഒരു സ്ട്രൈഡും ഇല്ല. വെരി ലിറ്റിൽ സ്ട്രൈഡാണ് അയാൾ എടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് തന്നെ കാണാം അയാളുടെ ആ സ്ട്രോക്കിലെ ഫോഴ്സും ഇല്ല, അത് കൺട്രോൾ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. ഇതെല്ലാം കറക്ഷൻ എല്ലാം ഗോയിങ് ബാക്ക് ടു ദ ബേസിക്സ് തന്നെയാണ്. അയാളുടെ സ്റ്റാൻസും അയാളുടെ ഹൗ ഹി യൂസസ് ഫ്രണ്ട് ഷോൾഡർ ആൻഡ് ഹെഡ്, ഇതെല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പൊ ഇതും നമ്മള് ഫസ്റ്റ് വീഡിയോയിൽ കണ്ടതുപോലെ സിമ്പിൾ ടു കോംപ്ലക്സ് മെത്തേഡിൽ തന്നെയാണ് ഇതും കറക്റ്റ് ചെയ്യേണ്ടത്. അഗൈൻ ഐ എം എംഫസിങ് ഇൻ റിവേഴ്സ് ഷേപ്പിംഗ്. ഇതൊക്കെ ഒരു പാറ്റേൺ ആണ്. ആ പാറ്റേൺ നിങ്ങളുടെ മനസ്സിലിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചത്. അഗൈൻ അതേ പ്ലെയറിന് തന്നെയാണ്. ബാറ്റിനെ ആർക്ക് ഇതെല്ലാം ഏകദേശം ഒരു ഐഡിയ കിട്ടും. സിമിലർ വീഡിയോസ് തന്നെയാണ്, എല്ലാം ചെറിയ സ്ട്രൈഡിന്റെ തന്നെയാണ്. ഇനി ലാസ്റ്റ് വൺ വീഡിയോ നിങ്ങളൊന്ന് കാണുക. ദെൻ
ജസ്റ്റ് ഒബ്സർവ് ചെയ്ത് നിങ്ങളൊരു കൺക്ലൂഷനിൽ എത്താം എന്തൊക്കെയാണ് ഇതിലെ കറക്ഷൻ എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാം അയാളുടെ ഫുട്ട് ബോളിന്റെ ലൈനിലോട്ട് പോകുന്നില്ല. Then he is playing away from the body. അപ്പൊ നമുക്ക് all of a sudden നമ്മള് പറയാനുള്ള സാധ്യത ജസ്റ്റ് ഗെറ്റ് യുവർ ഹെഡ് ആൻഡ് ഷോൾഡർ ക്ലോസ് ടു ദ ബോൾ അല്ലെങ്കിൽ ഫുട്ട് ക്ലോസ് ടു ദ ബോൾ എന്നുള്ളതാണ്. നമ്മള് ഈ കാല് ബോളിന്റെ അടുത്ത് പറയുന്നതിനെക്കാളും നല്ലത് കീപ് യുവർ ഹെഡ് ആൻഡ് ഷോൾഡർ ടുവേർഡ്സ് ദ ബോൾ. അപ്പം ഹെഡ് ഷോൾഡർ ഓട്ടോമാറ്റിക്കലി പോയാൽ തന്നെ നമ്മുടെ കൈയും കാലും ബോളിന്റെ അടുത്തോട്ട് എത്തും. അപ്പൊ ആ ഒരു ഫേസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം, ഹെഡ് ആൻഡ് ഷോൾഡർ. കാരണം എവിടെ തല പോകുന്നു അവിടെ കാല് പോകാനുള്ള സാധ്യതയാണ്. സോ ഓൾവേസ് യൂസ് ദ ഹെഡ് ആൻഡ് ഷോൾഡർ ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ എല്ലാവരും പറയേണ്ട കാല് കൊണ്ടുപോയി കളി എന്നുള്ളത്. അപ്പൊ അത് പ്ലെയറിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാല് കൊണ്ടുപോകുമ്പോഴത്തേക്കും നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പർ ബോഡി അല്ലെങ്കിൽ ഹെഡ് കുറച്ച് പുറകോട്ട് പോകും. അപ്പൊ അത് വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അപ്പൊ ഇൻസ്റ്റെഡ് നമ്മൾ ഇത് പറഞ്ഞാൽ മതി, ഹെഡ് ആൻഡ് ഷോൾഡർ പറയുകയാണെങ്കിൽ കാല് സ്മൂത്ത് ആയിട്ട് ബോളിന്റെ ലൈനിന്റെ അടുത്തോട്ട് പോവുകയും ചെയ്യും. ഈ ഷോൾഡറും ഹാൻഡ്സും ഒക്കെ ബോളിന്റെ ലൈനിൽ അലൈൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷെ ഈ ഒരു കേസിൽ ഈ ഒരു കാര്യങ്ങളൊന്നും അല്ല. ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് വാച്ച് ഈ ബോളിന്റെ ബിഹേവിയർ നോക്കിക്കോളൂ. ബോൾ ഇപ്പൊ അകത്തോട്ടാണ് പോകുന്നത്, ബട്ട് അറ്റ് ദ ലാസ്റ്റ് മൂമെന്റ് ഇറ്റ് ഈസ് മൂവിങ് ഔട്ട്. ഇത് കിനോവി യൂസ് ചെയ്യുന്നതിന്റെ ഒരു ഇതാണ്, ഡ്രോബാക്ക് ആണ്. കുറച്ച് തിരിച്ച് റിവേഴ്സ് അല്ലെങ്കിൽ എന്താണ് റിവാൻഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. സോ വീഡിയോ വരുന്നവരെ, അതായത് നമ്മള് ഇവിടെ ആദ്യം നമ്മൾ കാണുന്ന സിംറ്റംസ് ആണ് അയാളുടെ കാല് വരുന്നില്ല അല്ലെങ്കിൽ കൈ വരുന്നില്ല, ബാറ്റ് അടുത്ത് വരുന്നില്ല എന്നുള്ളത്. പക്ഷെ ഇവിടെ ആ പ്ലെയറിനെ എഫക്ട് ചെയ്ത അയാളുടെ ജഡ്ജ്മെന്റ് ആണ്. അപ്പോ അത് ഞാൻ ആദ്യമേ പറഞ്ഞു, എടുത്തൊരു കൺക്ലൂഷനിൽ എത്തുന്നതിന് വരെ ഈ ഒബ്സർവ് ദ ബാറ്റ്സ്മാൻ, ഒബ്സർവ് ദ പ്ലെയർ, വൈ ഇറ്റ് ഹാപ്പൻഡ് എന്നുള്ളത് നല്ലൊരു ധാരണ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു എന്താണ് റെമഡി അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് പ്ലെയറിന് കൊടുക്കാൻ പറ്റുള്ളൂ. എഗെയിൻ ഞാൻ ഫസ്റ്റ് ക്ലാസ് തന്നെ പറഞ്ഞു, ഈ നെറ്റ്സ് നടക്കുമ്പോൾ നമ്മൾ ഒരുപാട് ടു മച്ച് ഓഫ് ഫീഡ്ബാക്ക് കൊടുക്കാതിരിക്കുന്നതാണ് ഭേദം. കാരണം വെച്ചാൽ എവറി ബോളും നമ്മൾ ഫീഡ്ബാക്ക് കൊടുത്തോണ്ടിരുന്നാൽ പ്ലെയറിന് ഒരിക്കലും അയാളുടെ എന്താണ് ഹൃദയത്തിലോ അല്ലെങ്കിൽ ആ ഫ്ലോയിൽ എത്താൻ കഴിയില്ല. കാരണം എവറി ടൈം അയാള് ഓരോ ഫീഡ്ബാക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കും, വളരെ കോൺഷ്യസ് ആയിട്ട് ബാറ്റ് ചെയ്യാൻ നോക്കും. അത് ഒരു പ്ലെയർ എന്ന നിലയ്ക്ക് അത് എന്താണ് ഇൻഫർമേഷൻ ഓവർലോഡിങ് ആണ്. അപ്പോ കഴിവതും അയാള് കളിക്കട്ടെ, ഫീഡ്ബാക്ക് അയാളുടെ നെറ്റ് സെഷൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ സമയത്ത് ഒരു നമുക്ക് എപ്പോഴാണ് ഇത് എന്തായാലും പറയണം എന്നുള്ള സാഹചര്യം വരുമ്പോഴേ നമ്മൾ ഇടപെടാവൂ. അതർവൈസ് ആ പ്ലെയറിനെ കളിക്കാൻ വിടണം, അതിനുശേഷം ഫീഡ്ബാക്ക് കൊടുക്കുക. ആൻഡ് കീപ് ഇറ്റ് ടു 1 or 2 കീ പോയിന്റ്സ്. ഐഡിയലി ഒരു കാര്യം മാത്രം പ്ലെയറിന് ഫോക്കസ് ചെയ്യാൻ കൊടുക്കുന്നതാണ് നല്ലത്. ദെൻ ഈ പ്രാക്ടീസ് സെഷൻ ഇടയ്ക്കും നമ്മുടെ ഇൻവോൾവ്മെന്റ് കുറയ്ക്കുക. കാരണം വെച്ചാല് എല്ലാ ബോളിലും നമ്മൾ ഓരോ കമന്റ് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് പ്ലെയറിന് വളരെ ബുദ്ധിമുട്ടാവും. അത് അയാളുടെ എന്താണ് കോൺഫിഡൻസിനെയും റിതത്തിനെയും എല്ലാം അത് ബാധിക്കുന്ന കാര്യമാണ്. Let the player play and observe, then give feedback. So ഇതുവരെയും ബോൾ ഏകദേശം പ്ലെയറിന്റെ അടുത്തോട്ട് തന്നെയാണ് പോകുന്നത്. സോ ഇറ്റ് സ്റ്റാർട്ടഡ് ടു സ്വിങ് ലേറ്റ്.
ക്ലിയർ ആയിട്ട് ആ ബോള് എന്താണ് ആംഗിൾ ചെയ്ത് അകത്തോട്ട് വന്നിട്ട് ലാസ്റ്റ് മിനിറ്റിൽ അത് മൂവ് ചെയ്യുന്നത് നമുക്ക് ഇതിൽ കാണാൻ കഴിയും. അപ്പോ ഇങ്ങനെ ഞാൻ ഈ വീഡിയോ എടുത്ത് നിങ്ങൾ കാണിച്ചത് തന്നെയാണ്, ഇതിന്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. കാരണം നമ്മളൊരു എന്താണ് ഒരു സഡൻ ആയിട്ട് ഒരു കൺക്ലൂഷനിൽ എത്തണ്ട, ജസ്റ്റ് ഒബ്സർവ് എന്താണ് പ്ലെയറിന്റെ പ്രോബ്ലം, ഇത് അയാൾ ബോൾ ജഡ്ജ് ചെയ്യുന്നതിലാണോ ഓർ അയാളുടെ എന്താണ് ബേസിക്സിലാണോ, എവിടെയാണ് നമ്മൾ കറക്ഷൻ ആദ്യം കൊടുക്കേണ്ടതെന്നുള്ളത്. ഏറ്റവും അധികമായിട്ട് അയാളെ ബാധിക്കുന്ന എന്താണ്? നമ്മൾ വിചാരിക്കും നമ്മൾ സ്റ്റാൻഡ്സ് ഗ്രിപ്പൊക്കെ കറക്റ്റ് ചെയ്താൽ തന്നെ പ്ലെയർ കളിച്ചോളും എന്നുള്ളതല്ല. ഇതെല്ലാം വെച്ച് കളിക്കണമെങ്കിൽ അയാളുടെ ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരിക്കണം. കാരണം എന്താണ് വരുന്നതെന്ന് അയാൾക്ക് നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അതിനനുസരിച്ചൊരു സ്ട്രോക്ക് അയാൾക്ക് കളിക്കാൻ കഴിയുള്ളൂ, അതിനനുസരിച്ച് അയാളുടെ ബോഡി മൂവ് ചെയ്യാനും ബാറ്റ് കൊണ്ടുവരാനും കഴിയുള്ളൂ. അപ്പം അതും ഒരു പാർട്ടാണ് നമ്മൾ ഒരു പ്ലെയറിനെ അബ്സോർവ് ചെയ്യുമ്പോൾ. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇനി ഞാൻ സ്ലൈഡിലോട്ട് മൂവ് ആണ്. അപ്പൊ സ്ലൈഡ് മൂവ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് വീഡിയോസ് ലോക്കലി ഷൂട്ട് ചെയ്തതാണ്. കാരണം എല്ലാ എന്താണ് ഈ ഉണ്ടാവുന്ന എറേഴ്സ് നമുക്ക് ഇന്റർനെറ്റിലോ ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പൊ കുറച്ചൊക്കെ എന്താണ് ലോക്കലി ഷൂട്ട് ചെയ്തതാണ്. അതില് ചില സമയത്ത് എന്താണ് ആ പോയിന്റ് ക്ലിയർ ചെയ്താൽ മതി, ചില ഭയങ്കര ക്ലാരിറ്റി ഉള്ള വീഡിയോസ് ആവണമെന്നില്ല. സോ അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, ഇത് ആദ്യം നമ്മൾ കാണിച്ച അതേ വീഡിയോയുടെ ഒരു ഇത് തന്നെയാണ്, വീഡിയോയുടെ അനാലിസിസ് ആണ്. സോ മൂവിങ് ഔട്ട് ടു ഡ്രൈവ് കോമൺ എറേഴ്സ്, അതായത് നമ്മൾ സ്റ്റെപ്പ് ഔട്ട് ആൻഡ് ഡ്രൈവിന്റെ ഒരു കോമൺ എറേഴ്സ് ആണ് ആദ്യം നമ്മൾ നോക്കുന്നത്. സോ ഇവിടെ ഈ പ്ലെയറിനെ നിങ്ങൾക്ക് കാണാം, ചെറിയ ഇനീഷ്യൽ എന്താണ് ഫുട് വർക്കായി യൂസ് ചെയ്യുന്ന ബോളിന്റെ അടുത്തോട്ട് എത്താൻ. നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ ഇത് വീഡിയോ? ഇല്ല ഇല്ല ബിജു, വീഡിയോ കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നില്ല? ഇല്ല ഇല്ല. എസ്കേപ്പ് അല്ലേ? വീഡിയോ ഇല്ലേ അതില്? ഇതോ തിരിച്ച് സ്റ്റോപ്പ് ചെയ്യാം, മറ്റേ ഷെയർ സ്റ്റോപ്പ് ചെയ്യണമെന്നോ? ഇപ്പൊ സ്ലൈഡ് കാണാൻ കഴിയുന്നുണ്ടോ ചുറ്റു? കാണാൻ കഴിയുന്നുണ്ട്, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട് ബിജു, PPT കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി കുറച്ച് സ്ലൈഡ്സോട്ട് പോവാം. അപ്പം ചില അവിടെ ഞാൻ പാറ്റേൺസ് ഒരുപാട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം കണ്ട അതേ വീഡിയോയുടെ ഒരു അസസ്മെന്റ് ആണ്. സ്റ്റെപ്പ് ഔട്ട് ആൻഡ് ഡ്രൈവില് ഇത് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ഇതാണ്. നമ്മൾ അധികം കൺസിഡർ ചെയ്യാറില്ല ഈ കാര്യങ്ങളൊക്കെ. ചെറിയ ഫുട് വർക്ക്, ചെറിയ ഇനിഷ്യൽ സ്റ്റെപ്പും ചെറിയ സ്ട്രൈഡ്സും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അത് എന്തിനാണ് നമ്മൾ ബീറ്റ് യൂസ് ചെയ്ത് സ്പിന്നേഴ്സിനെ കളിക്കുക എന്നുള്ളത്? ഒന്ന്, രണ്ട്, അവരുടെ ഒരു ടാക്ടിക്കലായിട്ട് അവരുടെ ലെങ്ത് മാറ്റുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബോളിന്റെ ഡീവിയേഷൻ എത്രത്തോളം നമുക്ക് കുറച്ച് കളിച്ചാൽ മതി. ബോൾ എത്രത്തോളം ബോളിന്റെ പിച്ചിലെത്തുമോ
അത്രത്തോളം ഡീവിയേഷൻ കുറച്ച് കളിച്ചാൽ മതി. അപ്പൊ അത് ആസ് എ പ്ലെയർ എന്ന നിലയ്ക്ക് നമുക്ക് സ്പിന്നേഴ്സിനെതിരെ ഡീൽ ചെയ്യാനും എളുപ്പമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാല് എന്താണ് നമ്മുടെ ഈ ഫുട് വർക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ അഗൈൻ ഈ പ്ലെയർ മൂവ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അയാൾ കൂടുതൽ അയാളെ ഹീലിലാണ് മൂവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. നമ്മൾ ഫുട് വർക്ക് ചെയ്യുമ്പം നമ്മളെ സ്റ്റാൻഡ്സിൽ നീയും ഹിപ്പും എല്ലാം ഫ്ലെക്സ് ചെയ്ത് നിൽക്കാനാണ് പറയുന്നത്. അങ്ങനെ നിൽക്കാൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അങ്ങനെ നീ ഹിപ്പ് ഫ്ലെക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ വെയിറ്റ് കൂടുതലും ബോൾസ് ഓഫ് ദ ഫീറ്റിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വയ്ക്കും. നമ്മൾ ഫുട് വർക്ക് അതായത് ഈ സ്റ്റെപ്പ് ഔട്ട് ആൻഡ് ഡ്രൈവിനൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടുതലും ബോൾസ് ഓഫ് ദ ഫീറ്റിലായിരിക്കും കൂടുതൽ മൂവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഒന്ന് ഒരു സെമി ക്രൗച്ച് പൊസിഷനിൽ മൂവ് ചെയ്യാനും കഴിയും. നമ്മുടെ ഹെഡ് സ്റ്റഡി ആയിട്ട് വെക്കാനും കഴിയും. കൂടുതൽ ബോളിന്റെ ലെങ്ത്തിലോട്ട് അല്ലെങ്കിൽ ബോളിന്റെ പിച്ചിലോട്ട് നമുക്ക് നമ്മുടെ ബോഡിയെ എത്തിക്കാനും കഴിയും. സോ ചില സമയത്ത് നമ്മൾ ബോളിനെ പിച്ച് ചെയ്യാൻ വെയിറ്റ് ചെയ്യണമെന്നൊന്നും തന്നെ ഇല്ല. ഫുൾ ടോസ് തന്നെ ബോളിനെ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. അപ്പൊ അവിടെ നമ്മൾ സ്പിന്നിനെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കുകയാണ്. അപ്പൊ അഗൈൻ ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാല് വാച്ച് അഗൈൻ നമ്മൾ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞല്ലേ ലീഡ് വിത്ത് ഹെഡ് ആൻഡ് ഷോൾഡർ തന്നെയാണ്. ഹെഡ് ടു ഷോൾഡർ യൂസ് ചെയ്ത് വന്നാൽ കൂടുതൽ ഫുട് വർക്ക് ബോളിന്റെ അടുത്തോട്ട് എത്താൻ കഴിയും. ദെൻ ഹെഡ് ആൻഡ് ഷോൾഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ ബാറ്റിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബാറ്റിന്റെ ആംഗിള്, അതുപോലെ തന്നെ സ്റ്റാൻസിന്റെ പൊസിഷനിൽ നമ്മൾ നീ ഹിപ്പ് ഫ്ലെക്സ് ചെയ്ത് നിന്നാൽ കൂടുതൽ വെയിറ്റ് ബോൾസ് ഓഫ് ദ ഫീൽഡിൽ കൊണ്ടുവരാം. അപ്പോൾ ചെറിയൊരു സെമി ക്രൗച്ച് പൊസിഷനിൽ നമുക്ക് മൂവ് ചെയ്ത് ഹെഡ് അധികം മൂവ് ചെയ്യണ്ട, സ്റ്റഡി ആയിട്ട് വെച്ചുകൊണ്ട് തന്നെ ബോളിന്റെ പിച്ചിൽ എത്താൻ കഴിയും. അപ്പൊ ഇത് കുറച്ചുകൂടെ പിള്ളേരെ നമ്മുടെ യങ്സ്റ്റേഴ്സിനെ കൂടുതൽ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യണം. കാരണം വെച്ചാല് നമ്മുടെ സ്റ്റേറ്റ് ടീം പുറത്തുപോയി കളിക്കുമ്പോൾ ഈ ഒരു സ്ട്രോക്ക് അതായത് സ്റ്റെപ്പ് ഔട്ട് ആൻഡ് ഡ്രൈവ് അല്ലെങ്കിൽ സ്പിന്നേഴ്സിനെ ഫീറ്റ് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. കൂടുതലും ക്രീസ് നിന്നുകൊണ്ടുള്ള കളി തന്നെയാണ്. അപ്പം അത് ഒരുപാട് രീതിയിൽ കളിയെ ബാധിക്കുന്നുണ്ട്. ഒന്ന് സ്ട്രൈക്ക് റൊട്ടേഷൻ നടക്കുന്നില്ല. ദെൻ ഒരു പ്ലെയർ തന്നെ കൂടുതൽ ഒരു ബോളറെ കളിക്കുന്നു. അപ്പൊ അതും പ്രഷർ ആ പ്ലെയറിന്റെ പുറത്തും ടീമിന്റെ പുറത്തും വരുന്നൊരു സാഹചര്യമാണ്. അപ്പം ഇത് നമ്മൾ എൻകറേജ് ചെയ്യണം. സ്റ്റെപ്പ് ഔട്ട് ആൻഡ് ഡ്രൈവ് അതിന്റെ ടെക്നിക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. ഇത് ലീനിങ് ബാക്ക് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടായിരുന്നു. അഗൈൻ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അയാളുടെ ആ പ്ലെയറിന്റെ ബാക്ക് ഫുട്ട് എങ്ങനെ ബെൻഡ് ചെയ്ത് ഹെഡൊക്കെ മുമ്പോട്ട് ലീൻ ചെയ്തില്ല, പുറകെ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ വെയിറ്റ് മൊത്തം ബാക്ക് ഫുട്ടിലാണ്. അപ്പൊ അത് ബോൾ മീറ്റ് ചെയ്യുമ്പോൾ ബാറ്റിന്റെ ആംഗിൾ ബോളിന്റെ അടിയിലായിട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ബോൾ ഏറി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അത്ര എഫിഷ്യന്റ് ആയിട്ട് ഹിറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇത് രണ്ടും കറക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഹെഡ് ആൻഡ് ഷോൾഡർ കൊണ്ട് തന്നെ മൂവ് ചെയ്യാൻ ആൻഡ് കീപ് ദ ബോഡി ലോ. സോ ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ ബോഡി മൂവ് ചെയ്യുക. ലീഡിങ് ഇൻ ടു ദ ഷോട്ട്, മുമ്പോട്ട് ലീൻ ചെയ്ത് തന്നെയാണ് നമ്മൾ സ്ട്രോക്കിലോട്ട് പോണത്. ഇത് അതിനുള്ള കറക്റ്റ് ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. ഞാനൊരു ലൈൻ വരച്ച് കാണിച്ചിട്ടുണ്ട് ബോഡി എങ്ങനെയാണ് മുമ്പോട്ട് ലീൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഈ ഒരു പൊസിഷനിൽ പോകണമെങ്കിൽ ബോളിന്റെ ബൗൺസിന്റെ മുകളിൽ നമുക്ക് ബാറ്റ് കൊണ്ടുപോകാനും പ്രോപ്പർ കൺട്രോളും പവറോടും കൂടി ആ സ്ട്രോക്കിനെ കളിക്കാൻ നമുക്ക് കഴിയും. ഇത് പ്ലെയർ ഫുട് വർക്ക് ആദ്യം ഇല്ലെന്നാനും മാത്രമല്ല ഇപ്പം ബോൾ മീറ്റ് ചെയ്യണം അയാളുടെ ബോഡിയുടെ അല്ലെ പാഡിന്റെ ഫ്രണ്ടിലാണ്. സോ ബോഡി അഗൈൻ നമ്മൾ നേരത്തെ ആ വീഡിയോയിൽ പറഞ്ഞു ബോഡിയുടെ ഫ്രണ്ടിൽ മീറ്റ് ചെയ്യുന്നതോറും ഒന്ന് ബാറ്റിന്റെ സ്പീഡ് കുറയും, അപ്പൊ പവർ കുറയാൻ ചാൻസ് ഉണ്ട്. ദെൻ ബാറ്റിന്റെ ആംഗിൾ ബോൾ മീറ്റ് ചെയ്യുന്ന ബാറ്റിന്റെ ആംഗിൾ വ്യത്യാസം വരും. അപ്പം അതും ആ സ്ട്രോക്കിനെ ബാധിക്കും, അതിന്റെ കൺട്രോളിനെ ബാധിക്കും. ഇതൊരു ഡ്രോയിങ് ആണ്. ഇതില് ഈ ബ്ലൂ ലൈനാണ് നമ്മുടെ കണ്ണിന്റെ താഴെ അല്ലെങ്കിൽ അണ്ടർ ദ ഐസ് എന്ന് പറയുന്നത്. ഈ റെഡ് എന്ന് പറയുന്നത് എന്താ പറയുക ബാറ്റ് ബോൾ കോണ്ടാക്ട് ചെയ്യുന്നത്. ഏകദേശം ഈ ഏരിയയിൽ വെച്ചായിരിക്കും നമ്മൾ അധികം കോണ്ടാക്ട് ചെയ്യുന്നത്. ഇത് ഓഫ് സൈഡിൽ, ഇത് ലെഗ് സൈഡിൽ. ഇതിന് അതിന്റെ വ്യത്യാസങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ഈ ഓഫ് സൈഡ് റൈറ്റ് സൈഡ് കാണുന്ന ഓഫ് സൈഡിലാണ് കണ്ണിന്റെ താഴെ. ആൻഡ് ഇത് ഇമ്പാക്ട് ഓക്കെ റെഡ് ലൈൻ ഇമ്പാക്ട് ആണ്. ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് അണ്ടർ യുവർ ഐസ്.
അപ്പൊ ഓഫ് സൈഡിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ബോളിനെ ബോഡിക്ക് അകത്തോട്ട് അലോ ചെയ്തിട്ടാണ് കളിക്കുന്നത്, അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ട്. പക്ഷെ ഓൺ സൈഡിൽ അങ്ങനെയല്ല, കുറച്ചുകൂടെ ബാറ്റ് കുറച്ച് ബാറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ ആയിരിക്കും വരുന്നത്. കാരണം വെച്ചാല് ഒന്ന് അവിടെ കുറച്ച് ബോൾ ഡീവിയേറ്റ് ചെയ്ത് നമ്മുടെ പാഡിൽ കൊള്ളാനുള്ള ചാൻസ് ഉണ്ട് ഒന്നത്. ദെൻ അത് കൂടുതൽ ലെഗ് സൈഡിലോട്ട് കളിക്കണമെങ്കിൽ ആ ഒരു ഫ്രീഡം വേണം. നമ്മൾ ലെഗ് സൈഡിലോട്ട് ബോൾ ഡിഫ്ലക്ട് ചെയ്യണമെങ്കിലും പാഡിന്റെ ഫ്രണ്ടിലേ സാധിക്കുകയുള്ളൂ. അപ്പം ഇത് ആ ഒരു വ്യത്യാസം രണ്ട് സ്ഥലത്തുണ്ട്. ഓഫ് സൈഡിൽ കളിക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ അടുത്തായിരിക്കും, നമ്മുടെ ബോഡിക്ക് ഉള്ളിലായിരിക്കും മീറ്റ് ചെയ്യുന്നത്. ഓൺ സൈഡിൽ കളിക്കുമ്പോൾ കുറച്ച് ബോഡി കുറച്ച് ഫ്രണ്ടിൽ വരും. ബട്ട് എന്നിരുന്നാലും നമ്മുടെ ബോഡി പ്ലെയിന്റെ അകത്ത് തന്നെയാണ് മീറ്റ് ചെയ്യുന്നത്. ഇവിടെ കാണാം ബോഡി പ്ലെയിന്റെ അകത്ത് തന്നെയാണ്. ആൻഡ് ഹെഡ് ഓവർ ദ ഫീറ്റ്, തല ഫ്രണ്ട് ഫുട്ടിന്റെ മുകളിൽ തന്നെ ഉണ്ട്. ഇവിടെ അതുപോലെ തന്നെ ക്യാൻ സീ ദ ഹൈ എൽബോ ഇവിടെ. അപ്പൊ സ്റ്റെപ്പ് ഔട്ട് ആൻഡ് ഡ്രൈവിന്റെ കുറച്ച് കോമൺ എറേഴ്സ് ഞാൻ അവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. അടുത്ത് ബാക്ക് ഫുട്ടിലോട്ട് പോവാണ്. ഇവിടെ പ്ലെയറെ കാണാം ബാക്ക് ഫുട്ട് ഡ്രൈവ് കളിക്കുമ്പോൾ എവിടെ വെച്ചാ ബോഡിയുടെ ഒരുപാട് ഫ്രണ്ടിൽ വെച്ചാ ബോൾ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതേ മിസ്റ്റേക്ക് തന്നെയാണ് നമ്മളെ സ്റ്റെപ്പ് ഔട്ട് ആൻഡ് ഡ്രൈവ് കളിച്ച അതേ മിസ്റ്റേക്കാണ് ബോൾ ഇവിടെ ഏറി പോകുന്നത് കാണാം. നമ്മൾ ഈ നെറ്റിൽ ഇത് ശ്രദ്ധിക്കാറില്ല, കാരണം ഈ നെറ്റിലായിരിക്കും കൂടുതൽ ഈ ബാക്ക് ഫുട്ട് ഡ്രൈവ് അടിക്കുമ്പോൾ ഒന്ന് തട്ടുന്നത്. അപ്പൊ അതൊരു എന്താണ് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്, ക്യൂ ആണ്. കാരണം വെച്ചാല് കൂടുതൽ ഈ നെറ്റിൽ ഒന്ന് അടിക്കുകയാണെങ്കിൽ അത്രയും ബോൾ ഏറി പോവാന്നർത്ഥം. ദാറ്റ് മീൻസ് ആ പ്ലെയർ എവിടെ വെച്ചാണ് ബോൾ മീറ്റ് ചെയ്യണം നിങ്ങൾ ശ്രദ്ധിക്കുക. ഐഡിയലി ഏകദേശം നമ്മുടെ ബോഡിയുടെ ഫ്രണ്ട് ഫുട്ട് കളിക്കുന്ന ഏകദേശം ആ ഏരിയ തന്നെ, നമ്മുടെ എന്താണ് ബോഡി മിഡിലിലെ കുറച്ച് ഫ്രണ്ടിൽ വെച്ച്, അതായത് ഫ്രണ്ട് ഫുട്ടിന്റെ ആ ഏരിയയിൽ വെച്ചായിരിക്കും കൂടുതൽ ബോൾ മീറ്റ് ചെയ്യുന്നത്. ഇത് അതിന്റെ ഫ്രണ്ട് വെച്ചാണ്, ബോഡിയുടെ വളരെ ഫ്രണ്ട് വെച്ചാണ് മീറ്റ് ചെയ്യുന്നത്. നന്നായിട്ട് ഈ ബാക്ക് ഫുട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. പക്ഷെ അയാളെ ഈ ഒരു എന്താണ് മിസ്റ്റേക്ക് കളിക്കാൻ പറഞ്ഞ് എടുത്തൊരു വീഡിയോ ആണ്. ഇങ്ങനെ അതിന്റെ വേറൊരു പിക്ചറാണ്. ഈ പ്ലെയർ കണ്ടറിയാം, അയാള് ബോഡിയുടെ ഒരുപാട് ദൂരെയാണ് ബാക്ക് ഫുട്ടിൽ വന്ന് എന്താണ് ബാറ്റ് ബോളിൽ മീറ്റ് ചെയ്യാൻ നോക്കുന്നത്. സോ ഐഡിയലി ബാക്ക് ഫുട്ടിൽ നോക്കുമ്പോൾ നമ്മുടെ ബാക്ക് ഫുട്ടിന് ഒരു സ്റ്റേബിൾ ബേസ് വേണം. ഏത് സ്ട്രോക്കിനും ഒരു സ്റ്റേബിൾ ബേസിന്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവിടെ നമ്മുടെ അപ്പർ ബോഡി കൂടുതൽ എന്താണ് കൺട്രോളോടെയും പവർഫുൾ ആയിട്ടും വർക്ക് ചെയ്യുള്ളൂ. കാരണം ബോഡി അനങ്ങാണ്ടിരുന്നേ ബാലൻസോടെ ഇരുന്നെങ്കിൽ മാത്രമേ അതിന് കഴിയുള്ളൂ. അപ്പം അങ്ങനെ ഒരു സ്റ്റേബിൾ ബേസ് ബാക്ക് ഫുട്ട് സ്ട്രോക്കിനും വേണം. എങ്കിൽ മാത്രമേ വിത്ത് പവർ ആൻഡ് കൺട്രോൾ ആ സ്ട്രോക്ക് കളിക്കാൻ കഴിയുള്ളൂ. ഇവിടെ നോക്കാം, അയാളുടെ ഹെഡ് സ്ലൈഡ്ലി ഫോർവേഡ് ആണ്, ബാക്ക് ഫുട്ട് സ്ലൈഡ്ലി ഫോർവേഡ് ആണ്. നല്ലൊരു സ്ട്രോങ് ബേസ് ഉണ്ട്, വെയിറ്റ് ഫോർവേഡ് ആണ്. കാരണം ബാക്ക് ഫുട്ടിൽ പോയാലും നമ്മൾ വെയിറ്റ് അല്ലെങ്കിൽ ബോൾ സ്ട്രോക്ക് കളിക്കുന്ന ഫ്രണ്ടിലോട്ട് തന്നെയാണ് നമ്മൾ ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ എഗെയിൻ നമ്മൾ എല്ലാ സ്ട്രോക്കും നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഫുട്ട് കളിക്കുകയാണെങ്കിലും ഒരു ഫോർവേഡ് ലീൻ ഉണ്ടായിരുന്നു. ഈവൻ നമ്മൾ സ്ക്വയർ കട്ട് കളിക്കാൻ നോക്കുകയാണെങ്കിൽ ഒരു ആ സ്ട്രോക്ക് കളിക്കുന്ന ഭാഗത്തോട്ട് നമ്മൾ ലീൻ ചെയ്യാറുണ്ട്. സോ ബാക്ക് ഫുട്ടും വ്യത്യാസമില്ല, കാരണം ബാക്കിൽ നിൽക്കുകയാണെങ്കിലും നമ്മുടെ ഫോഴ്സ് മുമ്പോട്ട് തന്നെയാണ് പോകേണ്ടത്. അപ്പൊ അവിടെയും കുറച്ച് ഫോർവേഡ് ലീനിങ്ങിന്റെ ആവശ്യമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ട് ഷോൾഡർ യൂസ് ചെയ്യേണ്ട ഒരു രീതി. ബാക്ക് ഫുട്ടിൽ പോകുമ്പോൾ ഈ ഫ്രണ്ട് ഷോൾഡർ ബോളിന്റെ ലൈനിലോട്ട് അലൈൻ ചെയ്യുന്ന ഒരു പിക്ചറാണിത്. സോ ഈ ഒരു രീതിയിൽ ഷോൾഡർ കൊണ്ടുപോവാണെങ്കിൽ ഐഡിയലി നമുക്ക് ഇവിടെ വെച്ച് തന്നെ ബോൾ മീറ്റ് ചെയ്യാൻ കഴിയും. ഈ ഷോൾഡർ യൂസ് ചെയ്തില്ലെങ്കിൽ, ഫ്രണ്ട് ഷോൾഡർ കുറച്ചൊന്ന് റോൾ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് സ്ട്രോക്ക് കളിക്കാൻ കൂടുതൽ ഫോഴ്സിന് വേണ്ടി നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ഈ എന്താണ് പുറത്തെ ഷോൾഡർ കൂടുതൽ യൂസ് ചെയ്യും. അത് ബാറ്റിനെ കുറച്ചുകൂടെ ഫ്രണ്ടിൽ ഒന്ന് മീറ്റ് ചെയ്യാനും ബാറ്റിന്റെ ആംഗിൾ മാറ്റാനും പവർ എന്താണ് കോംപ്രമൈസ് ചെയ്യാനും ഒക്കെ ഒരു കാരണമാകാം. അപ്പൊ ബാക്ക് ഫുട്ട് കളിക്കുമ്പോൾ ഈ ഒരു ഷോൾഡർ മൂവ്മെന്റ് വളരെ അത്യാവശ്യമാണ്. ഇത് രണ്ട് അഡ്വാൻറ്റേജ് ആണ്. ഒന്ന്, നമ്മുടെ ബാറ്റിന്റെ ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും, കൂടുതൽ ഫോഴ്സ് ബോളിലോട്ട് ജനറേറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ ലെഫ്റ്റ് സൈഡ് കാണാം, നമ്മൾ ബാക്ക് ഫുട്ട് കളിക്കുമ്പോൾ പറയാറുണ്ട് ടോപ്പ് ഹാൻഡ് കുറച്ച് എൽബോ ഹൈ ആയിട്ട് യൂസ് ചെയ്യണമെന്നുള്ളത് പറയാറുണ്ട്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ കാണാം അയാളുടെ എൽബോ അത്ര ഹൈ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. അതിനൊരു കാരണം, ഒന്ന് അയാളുടെ ടോപ്പ് ഹാൻഡ് ഗ്രിപ്പ് വളരെ വീക്ക് ആയിരിക്കാം. സോ ടോപ്പ് ഹാൻഡ് അത്ര വീക്ക് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അയാളുടെ പവർ ജനറേറ്റ് ചെയ്യുന്ന കൈ ബോട്ട് ഹാൻഡ് വളരെ ഡോമിനേറ്റ് ചെയ്യും. കാരണം
അത് ഡോമിനേറ്റ് ചെയ്തതോടുകൂടി കാണാൻ അയാളുടെ ബാറ്റ് ഏത് ആംഗിളിലാണ് വരുന്നത്, കുറച്ചൊരു ആംഗുലർ ഒരു അക്രോസ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് വരുന്നത്. അപ്പൊ ടോപ്പ് ഹാൻഡ് നമ്മൾ എൽബോ ഹൈയ വെച്ചില്ലെങ്കിൽ എന്താ പറ്റുന്ന വെച്ചാൽ, ഒന്ന് നമ്മുടെ റിസ്റ്റ് മാത്രമേ ബാറ്റിന്റെ പുറകിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് സ്ട്രോക്കിന്റെ പവറിനെ വളരെയധികം ബാധിക്കും. മാത്രമല്ല ഈ ടോപ്പ് ഹാൻഡ് വളരെ ഫേം അല്ലാത്തതുകൊണ്ട് അതും നമ്മുടെ സ്ട്രോക്കിന്റെ കൺട്രോളിനെയും ബാധിക്കും. കാരണം വെച്ചാൽ ടോപ്പ് ഹാൻഡ് എന്ന് പറയുന്നത് നമുക്കൊരു ബേസ് ആണ്, അതൊരു എന്താണ് ഒരു സ്റ്റെബിലിറ്റി തരുന്ന ഒരു ഹാൻഡ് ആണ്. അപ്പൊ അതിനൊരു സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ അത് സ്ട്രോക്കിനെ അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ ഈ പ്ലെയറിന്റെ ബാക്ക് ഫുട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അയാള് വെയിറ്റ് ട്രാൻസ്ഫർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. എങ്ങനെ ഹീൽ റേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ അയാളുടെ വെയിറ്റ് ട്രാൻസ്ഫർ ഒന്നും ഇല്ല. ഉള്ളി ഹാൻഡ്സ് കൊണ്ട് മാത്രമാണ് അയാള് സ്ട്രോക്ക് കളിക്കാൻ നോക്കുന്നത്. നമ്മൾ കാണാറുണ്ട്, ഉള്ളി ഹാൻഡ്സ് കൊണ്ട് മാത്രമാണ് ഈ സ്ട്രോക്ക് കളിക്കാൻ നോക്കുന്നത്. ബാക്കി ബോഡി ഒന്നും യൂസ് ചെയ്യുന്നില്ല ഈ സ്ട്രോക്കില്. ഇത് ഓൾ സിംറ്റംസ് ആണ്. ഇതൊരു പാറ്റേൺ ആണ്. ഇത് പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു പ്ലെയർ എന്താ ചെയ്യുന്നതെന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഇത് ബാക്ക് ഫുട്ട് കളിക്കുമ്പം അക്രോസ് ആയിട്ട് വരുന്നതാണ്. ഔട്ട് ടു ഇൻ, പുറത്തുനിന്ന് അകത്തോട്ട് വരികയാണ്. അപ്പൊ ഇത് കറക്റ്റ് ചെയ്യാൻ അയാളുടെ ബേസിക്സ് തന്നെ വർക്ക് ചെയ്യണം. മേ ബി അയാളുടെ ഗ്രിപ്പ്, ബാറ്റ് കയ്യിൽ എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്, അതൊരു വലിയൊരു ഫാക്ടറാണ്. അപ്പൊ അത് ഈ ടോപ്പ് ഹാൻഡ് വളരെ വീക്കാണ്, അല്ലെങ്കിൽ ബോട്ട് ഹാൻഡ് വളരെ ടൈറ്റ് ആയിട്ട് പിടിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഒരു സിംറ്റം വരാം. കാരണം വെച്ചാല് അപ്പോ ഈ ഫ്രണ്ട് ഷോൾഡർ അയാൾക്ക് ബോളിന്റെ ലൈനിലോട്ട് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട അയാളുടെ എന്താണ് ബേസിക് തന്നെയാണ്. ഹൗ ഹി ഹോൾഡ്സ് ദ ബാറ്റ്, ടോപ്പ് ഹാൻഡ് റിസ്റ്റ് പ്രോപ്പറായിട്ട് കോക്ക് ചെയ്യുന്നുണ്ടോ, എന്താണ് ബോട്ട് ഹാൻഡ് ഗ്രിപ്പ് പ്രോപ്പറായിട്ട് റിലീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഇങ്ങനെ ഒരു പുവർ അലൈൻമെന്റ്, അയാളുടെ ഫ്രണ്ട് ഷോൾഡർ, ഫ്രണ്ട് എൽബോ ഒക്കെ ബോളിന്റെ ലൈനിൽ നിന്ന് എന്തുമാത്രം മാറിയാണ്. അത് again ബാറ്റ് കുറച്ച് ക്രോസ് ബാറ്റർ ആയിട്ടാണ് വരുന്നത്. ഇത് രണ്ടിലും നമ്മുടെ അയാളുടെ ബേസിക് തന്നെ അറ്റൻഡ് ചെയ്യണം. ഹൗ ഹി ഹോൾഡ്സ് ദ ബാറ്റ്, എങ്ങനെ അയാളുടെ ആ ഒരു കാര്യം, കയ്യിൽ ബാറ്റ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഒരുവിധമെങ്കിലും ഷോൾഡർ ഒക്കെ നമുക്ക് അലൈൻ ചെയ്ത് കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഇനി അടുത്തത് ബേസ് ആണ്. എല്ലാ സ്ട്രോക്കിനും ഒരു ബേസ് വേണമെന്ന് പറഞ്ഞിരുന്നു. ഇയാളുടെ ബാക്ക് ഫുട്ടിനെ എങ്ങനെ അലൈൻ ചെയ്ത് നോക്കുക, ഒട്ടും ഇതില്ല, ബേസിന് ഒരു സ്റ്റെബിലിറ്റി ഇല്ല, വളരെ നാരോ ബേസ് ആണ്. സോ അത് അയാളുടെ ബോഡിയെ ബാലൻസ് തന്നെ പുറകോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ അയാൾ സ്ട്രോക്ക് മുമ്പോട്ട് കളിക്കുന്നുണ്ടെങ്കിലും ബോഡിയുടെ വെയിറ്റ് മൊത്തം പുറകോട്ടാണ് പോകുന്നത്. സോ ഓൾമോസ്റ്റ് അയാളുടെ ബാലൻസ് അവിടെ ലൂസ് ചെയ്യാണ്. അത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ തന്നെ കാണാം. സോ ഇത് വളരെ നാരോ ആയിപ്പോയി, അല്ല രണ്ട് കാലും വളരെ നാരോ ആയിപ്പോയി. അത് ബാലൻസിനെ വളരെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പം സഫീഷ്യന്റ് ആയിട്ട് ഒരു ഗ്യാപ്പ് വേണം രണ്ട് കാലും തമ്മിൽ, എങ്കിൽ മാത്രമേ ബോഡിക്ക് ഒരു സ്റ്റേബിൾ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു ബേസ് ആ കാലിനുണ്ടെങ്കിൽ മാത്രമേ അപ്പർ ബോഡിക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബോഡി ബാലൻസ് ഇല്ലാതെ പോകുന്ന സാഹചര്യത്തിൽ ബോഡിയുടെ ഫസ്റ്റ് പ്രയോറിറ്റി അതായിരിക്കും, ബാലൻസ് വിഴാണ്ട് നോക്കുക എന്നുള്ളത്. അതിനുശേഷം ആ സ്ട്രോക്ക് കളിക്കാനൊക്കെ നോക്കുകയുള്ളൂ. അപ്പൊ ഫസ്റ്റ് അതിനൊരു ബേസ്, സ്റ്റേബിൾ ബേസ് ഉണ്ടാക്കി കൊടുക്കുക, ദെൻ അത് നന്നായിട്ട് വളരെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഒരു സ്റ്റേബിൾ ബേസിന്റെ ഒരു എക്സാമ്പിൾ ആണ് സച്ചിന്റെ ബാക്ക് ഫുട്ടും അതുപോലെ തന്നെ അയാളുടെ ബോഡി പൊസിഷനും കണ്ടറിയാം. പണ്ടൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന ബാക്ക് ഫുട്ടിൽ പോകുമ്പോ ഹീൽ ആൻഡ് ടോ പോകണം, ആദ്യം ഹീല് പോകണം, ദെൻ അങ്ങനെ മൂവ്. ഇപ്പൊ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ ബാക്ക് ഫുട്ടിലോട്ട് മൂവ് ചെയ്യുമ്പോഴും ബോൾസ് ഓഫ് ദ ഫീൽഡ് തന്നെ മൂവ് ചെയ്യാൻ പറയുക. കാരണം വെച്ചാൽ അത് കൂടുതൽ ഫാസ്റ്റ് ആണ്, എഫിഷ്യന്റ് ആണ്, ബോഡിയെ കുറച്ചുകൂടെ ബാലൻസ് ആയി നിർത്തും, നമുക്ക് വെയിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ അത് ഹെൽപ്ഫുൾ ആണ്. ഒരു
സ്ട്രോങ് ബേസിൻ്റെതാണ്. അയാളുടെ അപ്പർ ബോഡി കുറച്ച് ഹെഡ് കുറച്ച് ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ബേസ് ഉണ്ട്, നല്ല അലൈൻമെന്റ് ഇതെല്ലാം കാണാം. ഹൈ ടോപ്പ് ആൻഡ് എൽബോ ഹൈ ആണ്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഒരു അലൈൻമെന്റിന് വേണ്ടി ഞാൻ ഇത് കാണിച്ചതേ ഉള്ളൂ. ഇവിടെ അയാളുടെ അപ്പർ ബോഡി പുറകോട്ട് ലീൻ ചെയ്യാണ്. അപ്പർ ബോഡി പുറകോട്ട് ലീൻ ചെയ്യുക, ഹെഡും അപ്പർ ബോഡിയും പുറകോട്ട് ലീൻ ചെയ്യാണ്. അപ്പൊ ഇവിടെ എഫിഷ്യന്റ് വെയിറ്റ് ട്രാൻസ്ഫർ ഇല്ല. നമ്മൾ ബാക്ക് ഫുട്ട് സ്ട്രോക്സ് വളരെ നന്നായിട്ട് കുട്ടികളെ പഠിപ്പിക്കണം. കാരണം ഞാൻ പൊതുവെ ഇവിടെ നമ്മുടെ സ്റ്റേറ്റിൽ എന്താന്ന് വെച്ചാല് ടർഫില് കളിക്കുകയാണെങ്കിൽ നമ്മൾ ബാക്കിൽ പോവുകയോ ചെയ്യരുത്, ഫ്രണ്ടിൽ തന്നെ അധികം കളിക്കണം എന്നുള്ളൊരു എന്താണ് ഫ്രേസ് അധികം യൂസ് ചെയ്യാറുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമുക്ക് ബാക്ക് ഫുട്ടിൽ നന്നായിട്ട് കളിക്കെങ്കിൽ മാത്രമേ ടർഫിൽ കൂടുതൽ റൺ വരത്തുള്ളൂ. കാരണം കുറച്ച് ജഷോട്ടോ അല്ലെങ്കിൽ അതിന്റെ പുറകെ വീഴുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്പിന്നേഴ്സിനെ കളിക്കുമ്പോഴും ബാക്ക് ഫുട്ട് സ്ട്രോക്സ് ഇല്ലെങ്കിൽ ആ പ്ലെയർ നിന്ന് സ്ട്രഗിൾ തന്നെ ചെയ്യും. കാരണം വെച്ചാൽ ദ മൊമെന്റ് യു യൂസ് യുവർ ഫീറ്റ് ഓട്ടോമാറ്റിക്കലി ബോളേഴ്സ് കുറച്ച് സ്പിന്നേഴ്സ് കുറച്ച് എന്താണ് ബാക്ക് ഓഫ് ദ ലെങ്ത് ആയിരിക്കും ബോൾ അധികം വെക്കുക. അപ്പൊ അതും പനിഷ് ചെയ്യാമെങ്കിൽ നമുക്ക് ആ ബോളറിന്റെ മുകളിൽ കൂടുതൽ ഡോമിനേറ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ ബാക്ക് ഫുട്ട് സ്ട്രോക്ക് ഇല്ലെങ്കിൽ നമുക്ക് ആ അത്ര കൺവിൻസിംഗ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ കുട്ടികൾ കൂടുതൽ നോക്കുകയാണെങ്കിൽ ഒന്നീ ഓർപ്പിച്ചാണെങ്കിൽ മാത്രമേ കൂടുതൽ ഹിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്ലോട്ട് സ്വീപ്പ്, ഇതൊക്കെയാണ് നമ്മൾ പിള്ളേർ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഈ സ്ട്രോക്കുകൾ സ്റ്റെപ്പ് ഔട്ട് ആൻഡ് ഡ്രൈവ് ഈ ബാക്ക് ഫുട്ട് ഡ്രൈവ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൺവിൻസിംഗ് ആയിട്ട് വിത്തൗട്ട് മച്ച് റിസ്ക് നമുക്ക് ഈ സ്പിന്നേഴ്സിനെ ഡോമിനേറ്റ് ചെയ്യാൻ കഴിയും. നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ അയാളുടെ ഹെഡും അപ്പർ ബോഡിയും കുറച്ച് പുറകോട്ട് ലീൻ ചെയ്യാണ്, എഫിഷ്യന്റ് വെയിറ്റ് ട്രാൻസ്ഫറും ഇല്ല. സോ ഇത് ഇങ്ങനെ ഒരു സ്ട്രോക്ക് കളിക്കുമ്പോൾ ഈ പ്ലെയർ സ്ട്രോക്ക് കളിക്കും, ബട്ട് നോ റൺസ്. കാരണം ഈ സ്പീഡിലൊക്കെ എന്തായാലും കുറച്ചുകൂടെ ഹയർ ലെവലിൽ ഫീൽഡേഴ്സ് നന്നായിട്ട് ഫീൽഡ് ചെയ്യുന്നതായതുകൊണ്ട് വലിയ റൺ സ്കോർ ചെയ്യാനുള്ള സ്കോപ്പ് ഇല്ല. സോ ഇവിടെ ഈ പ്ലെയർ അയാളുടെ എൽബോ അധികം യൂസ് ചെയ്യുന്നില്ല. ടോപ്പ് ആൻഡ് എൽബോ വളരെ സ്റ്റിഫ് ആണ്, വളരെ സ്ട്രെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യണം. അപ്പം എപ്പോഴും മീറ്റിംഗ് ബോഡിയുടെ ഫ്രണ്ടിൽ തന്നെയാണ്. സോ ബാറ്റിന്റെ സ്പീഡ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ബോൾ മീറ്റ് ചെയ്യുന്നത്. ബോൾ എയറിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ പവറും കൺട്രോളും ഒക്കെ ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. ബാക്ക് ഫുട്ട് ഡിഫൻസിലോട്ട് പോവാണ്. സോ ഇവിടെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ടോപ്പ് ആൻഡ് എൽബോ ഫോം അല്ല, അത് എന്താണ് പ്രോപ്പർ അലൈൻ ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ഒരു ഹൈ ടോപ്പ് ആൻഡ് എൽബോ കാണാൻ കഴിയുന്നില്ല. ഇവിടെ ഉള്ളി റിസ്റ്റ് കൊണ്ട് മാത്രമാണ്. അപ്പൊ അങ്ങനെ കളിക്കുമ്പോൾ നോക്കുക, ബാറ്റിന്റെ ആംഗിൾ നോക്കൂ, ബാറ്റിന്റെ ബോളിന്റെ ബൗൺസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. മിക്കവാറും അത് ഒരു ക്ലോസിംഗ് ഫീൽഡറിന്റെ ഒരു ക്യാച്ച് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ബട്ട് നേരെ റൈറ്റ് സൈഡിൽ നോക്കൂ, അപ്പർ ബോഡി കുറച്ചുകൂടെ ബോളിന്റെ മുകളിലാണ് ആൻഡ് ബോളിനെ അയാൾ കറക്റ്റ് ആയിട്ട് കൺട്രോളോടെ കളിക്കുന്നുണ്ട്. രണ്ട് വ്യത്യാസം നിങ്ങൾക്ക് കാണാം. എവിടെ വെച്ചാണ് അയാൾ ബോൾ മീറ്റ് ചെയ്യുന്നത്, ബോഡിക്ക് അടുത്ത് വെച്ചാണ് മീറ്റ് ചെയ്യുന്നത്. ഹൈ എൽബോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബാറ്റിന്റെ ആംഗിൾ നിങ്ങൾക്ക് കാണാം. വെയിറ്റ് ഫോർവേഡ് ആണ്, നല്ല സ്റ്റേബിൾ ബേസ് ഉണ്ട്. എല്ലാം ആ ഒരു സ്ട്രോക്കിൽ നിങ്ങൾക്ക് കാണാം. അഗൈൻ ഈ ബാക്ക് ഫുട്ട് ഡിഫൻസ് പറയുമ്പോൾ നമ്മുടെ ഓഫ് സൈഡിൽ ഓക്കെ, ബട്ട് നമ്മുടെ ബോഡിയിലോട്ട് വരുമ്പോൾ അഗൈൻ നമ്മുടെ ബാറ്റ് കുറച്ച് ഫ്രണ്ടിൽ തന്നെ മീറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ ഒരുപാട് ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ബോൾ ഡീവീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോൾ എന്താണ് ബാറ്റ്സ്മാന്റെ ബോഡിയിൽ അല്ലെങ്കിൽ ഹിപ്പിൽ വന്ന് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് കുറച്ച് ഫ്രണ്ടിലാണെങ്കിൽ കുറച്ച് ഡീവീറ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് എന്താണ് കുറച്ച് സ്ക്വയർ ലെഗിലോട്ട് അവിടെയൊക്കെ ടക്ക് ചെയ്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അപ്പം നമ്മുടെ ലെഗ് സൈഡിൽ വരുമ്പോൾ കുറച്ച് ബാറ്റ് ഫ്രണ്ടിൽ വെച്ച് തന്നെ അത് കളിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. അല്ലെ അങ്ങനെ ഒരു എന്താണ് മെത്തേഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പർ ബോഡി ലീനിങ് ബാക്ക്, ബാറ്റിന്റെ ആംഗിൾ കാണാം. സോ ഇതാണ് സ്ലൈറ്റ്ലി ഫോർവേഡ് എന്ന് പറയുന്നത്. അയാളുടെ ബാക്ക് ഫുട്ടിൽ ഡിഫൻസ് കളിക്കുകയാണെങ്കിൽ അപ്പർ ബോഡി കുറച്ച് മുമ്പോട്ട് ലീൻ ചെയ്യാണ്ടിരിക്കണേ.
ഹെഡ് ഓവർ ദ ഫീറ്റ് ആണ്. ദെൻ ടോപ്പ് ഹാൻഡ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി ഫ്രണ്ട് ഫുട്ട് ഷോട്ട്സിലോട്ട് നീങ്ങാം. ഇത് വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവാണ്, എന്നാലും ആ പോയിന്റ് ഇതാണ്. അയാളുടെ ഫ്രണ്ട് ഫുട്ട് ഏകദേശം ഇവിടെയാണ്, ബട്ട് ബോൾ മീറ്റ് ചെയ്യണത് വളരെ ബോഡിക്ക് ദൂരെയാണ്. ഇത് രണ്ട് കാരണങ്ങളുണ്ടാവും. ഒന്ന്, അയാൾ പ്രോപ്പറായിട്ട് ബോൾ ജഡ്ജ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ബോൾ ജഡ്ജ് ചെയ്യാൻ ലേറ്റ് ആകുന്നതുകൊണ്ടും ആവാം. അപ്പൊ സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ബോളിന്റെ ലൈൻ പിക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഇതർ വേ അയാള് ജഡ്ജ്മെന്റ് ലേറ്റ് ആയി പോകുന്നു. ഒന്ന്. രണ്ട്, ഈ ഷോൾഡർ അല്ലെങ്കിൽ ഹെഡ് കൊണ്ട് ബോളിലോട്ട് ലീൻ ചെയ്യുന്നില്ല. ലീൻ ചെയ്തിരുന്നെങ്കിൽ അയാളെ കാൽ കുറച്ചുകൂടെ ബോളിന്റെ അടുത്തോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത കൂടും. ഇവിടെ അത് തന്നെയാണ്. വാച്ച് അയാളുടെ ബാറ്റ് എത്തുമാത്രം ബോഡിയുടെ ദൂരെയാണ്. കാലൊരു പൊസിഷനിലാണ്, ബാറ്റ് വേറെ സ്ഥലത്താണ്, കൈയും ഹെഡും ഒക്കെ വേറെ സ്ഥലത്താണ്. ബട്ട് നേരെ മറിച്ച് റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അലൈൻഡ് ആണ്. അയാളുടെ ഷോൾഡർ കുറച്ചുകൂടെ ബോളിന്റെ ലൈനിൽ വരുന്നുണ്ട്, ഹെഡ് വരുന്നുണ്ട്, അതുപോലെ ഫീറ്റും ഹാൻഡ്സും ബാറ്റും എല്ലാം ആ പൊസിഷനിലോട്ട് കൊണ്ടുവരാൻ അയാൾക്ക് കഴിയുന്നുണ്ട്. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ. ഇത് ബാറ്റ് പുറത്തുനിന്ന് അകത്തോട്ട് വരുന്നതാണ്. അതായത് നമ്മള് സാധാരണ കാര്യം നോക്കുമ്പോ ഇങ്ങനത്തെ പ്ലേയേഴ്സ് എന്താണ് കൂടുതലും സ്ട്രെയിറ്റ് അല്ലെങ്കിൽ മിഡ് ഓഫ് ഏരിയ അല്ലെങ്കിൽ എക്സ്ട്രാ കവർ ഏരിയ വഴിയേ കളിക്കുള്ളൂ. അവർക്ക് ആ കവർ റീജിയൻ ആ ഏരിയയിൽ അത്ര കൺവിൻസിംഗ് ആയിട്ട് കളിക്കാൻ കഴിയില്ല. കാരണം വെച്ചാൽ അവരുടെ ബാറ്റ് പുറത്തുനിന്ന് അകത്തോട്ടാ വരിക. അതായത് ഒരു ഏകദേശം ഗള്ളി ആ ഏരിയയിൽ നിന്ന് അകത്തോട്ടായിരിക്കും കൊണ്ടുവരിക. അപ്പം ഇങ്ങനെ വരുമ്പോ എന്താന്ന് വെച്ചാൽ, ഒന്ന്, അയാളുടെ ബാറ്റും കാലിന്റെ ഇടയിൽ വലിയൊരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ദെൻ ബോളിന്റെ ലൈനിന്റെ ഉള്ളിലായിരിക്കും കൂടുതലും ബാറ്റ് വരുന്നത്. അപ്പൊ ഇത് സിംറ്റം ആണ്. അത് കറക്റ്റ് ചെയ്യേണ്ടത് അയാളുടെ ബേസിക്സ് തന്നെയാണ് നമ്മൾ പോകേണ്ടത്. ഹൗ ഹി ഹോൾഡ്സ് ദ ബാറ്റ്. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ സംസാരിച്ച കാര്യമാണ്. ഫസ്റ്റ് ഇങ്ങനെ ഒരു സിംറ്റംസ് ഉണ്ടായിരുന്നു. ആ വീഡിയോ നമ്മൾ വീഡിയോ അനാലിസിസ് വെച്ച് തന്നെ അത് ചെയ്തായിരുന്നു. അഗൈൻ ഇവിടെ മീറ്റ് ചെയ്ത് നോക്കുക. ബാറ്റിന്റെ ആംഗിള് കുറച്ച് ബോഡിക്ക് ഫ്രണ്ടിലാണ്. ബാറ്റിന്റെ ആംഗിൾ നോക്കുക. ആൻഡ് ഹൗ ഇസ് ടോപ്പ് ആൻഡ് എൽബോ ഒക്കെ നോക്കുക. ദെൻ അടുത്ത റൈറ്റ് സൈഡിൽ നോക്കുക. അയാളുടെ ബോള് കുറച്ചുകൂടെ ബോഡിക്ക് അടുത്ത് തന്നെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഹൗ ഇസ് ടോപ്പ് ആൻഡ് എൽബോ, ഹെഡ് എല്ലാം നോക്കുക. അപ്പൊ ഇത് കുറച്ചുകൂടെ കൺട്രോളില് ബോൾ കളിക്കാൻ കഴിയും. വിത്ത് മച്ച് മോർ പവർ ജനറേറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മൾ ഒരു ആംഗിളിൽ നിന്ന് മാത്രം ശ്രദ്ധിച്ചാൽ അറിയണമെന്നില്ല. നമ്മള് എല്ലാ ഡയറക്ഷനിൽ നിന്ന് ആ പ്ലെയറിനെ ഒബ്സർവ് ചെയ്യണം. ഫ്രണ്ട് വ്യൂ നോക്കണം, സൈഡ് വ്യൂ നോക്കണം. ചില സമയത്ത് വിക്കറ്റിന്റെ പുറകിലും നിന്ന് ബോളറെ ബാറ്റ്സ്മാനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്കൊരു ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു എന്താണ് ഇമേജ് മനസ്സിൽ വരുവുള്ളൂ. ബാക്ക് ഫുട്ട് പോലെ തന്നെ ഫ്രണ്ട് ഫുട്ടിലും ആ ഫ്രണ്ടിലത്തെ ഷോൾഡർ റോൾ ചെയ്ത് മുമ്പോട്ട് പോകണം. അതിന്റെ ഒരു പിക്ചറാണ്. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ബോളിന്റെ ലൈനിലോട്ട് കൊണ്ടുപോകാൻ ഫ്രണ്ടിലത്തെ ഷോൾഡർ റോൾ ചെയ്ത് മുമ്പോട്ട് പോവാണ്. അപ്പൊ ഇതിന്റെ വേറെ അഡ്വാൻറ്റേജ്, ഓൺ സൈഡിൽ കളിക്കുമ്പോൾ ഈ ഒരു പൊസിഷനിൽ വരികയാണെങ്കിൽ ഒരുവിധം വരെ നമ്മുടെ ഓൺ സൈഡിൽ നമ്മുടെ ഷോൾഡറും ബോഡിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഓൺ സൈഡിൽ കുറച്ചുകൂടെ ബോള് കാണാനൊരു ബുദ്ധിമുട്ടുണ്ട്. ബട്ട് ഈ ഒരു പൊസിഷനിൽ വരികയാണെങ്കിൽ കൂടുതൽ ബോള് കാണാനുള്ളൊരു സാഹചര്യം നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാം. ഓൺ സൈഡ് സ്ട്രോക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കളിക്കാൻ കഴിയും. കുറച്ചുകൂടെ ബോള് നന്നായിട്ട് കാണാൻ കഴിയും. കുറച്ചുകൂടെ നന്നായിട്ട് സ്ട്രോക്ക് കളിക്കാനും കഴിയും ഓൺ സൈഡില്. അടുത്തത് ഇതൊരു ഞാൻ കണ്ടൊരു കാര്യമാണ്. നമ്മൾ കേരളത്തിൽ പൊതുവെ പറഞ്ഞിരുന്ന കാര്യമാണ്. നമ്മൾ ഓൺ ഡ്രൈവ് കളിക്കുമ്പോൾ ഫ്രണ്ട് ഫുട്ട് എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളത്. മിക്കവാറും പറയുന്നത് നമ്മൾ സ്ട്രോക്ക് എങ്ങോട്ട് കളിക്കുന്നു അങ്ങോട്ട് ഫീറ്റ് ഇരിക്കണമെന്നാണ്. അതായത് ഫ്രണ്ട് ഫുട്ട് മിഡ് ഓണിലോട്ട് അല്ലെങ്കിൽ വളരെ സ്ട്രൈറ്റ് ആയിട്ട് വെക്കണമെന്നുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റുമെന്ന് പറയാം, ഈ ഓൺ ഡ്രൈവ് കളിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ഫുട്ട് വളരെ സ്ട്രൈറ്റ് ആവുകയും നമ്മൾ സ്ട്രോക്ക് കളിക്കുമ്പോൾ ബാക്ക് ഫുട്ടിന്റെ ഹീൽ റൈസ് ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസ് വളരെ നാരോ ആയിപ്പോകും. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് ബാലൻസ്
കിട്ടില്ല. നമ്മളൊരു ഒരു റെയിൽവേ ട്രാക്കിന്റെ മുകളിൽ നിൽക്കുന്ന പോലത്തെ ഒരു പ്രതീതിയാണ്. നമ്മുടെ ബേസ് വളരെ നാരോ ആയി പോകും. സോ അവിടെ ഈ സ്ട്രോക്കിന്റെ കൺട്രോളിനെയും അതിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പവറിനെ അത് എഫക്ട് ചെയ്യും. സോ ഐഡിയലി നമ്മുടെ ഫ്രണ്ട് ഫുട്ട് സ്ലൈറ്റ്ലി ഒരു മിഡ് ഓഫ് ആ ഏരിയയിൽ ആ ഫ്രണ്ടിൽ തൊട്ടോ കുറച്ച് ആംഗിൾ ചെയ്ത് വെക്കുക തന്നെ വേണം. കാരണം എങ്കിൽ മാത്രമേ ബാലൻസ് കിട്ടുള്ളൂ. ബാലൻസ് നമ്മുടെ സ്ട്രോക്കിനെ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് കളിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇവിടെ അത് കാണാം, ഫ്രണ്ട് ഫുട്ട് കുറച്ച് ഒന്ന് മിഡ് ഓഫിലോട്ട് ആംഗിൾ വെച്ചിരിക്കണം, എങ്കിൽ മാത്രമേ ബാലൻസ് കിട്ടുള്ളൂ. ദെൻ കളിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബാക്കിലത്തെ ഹിപ്പെല്ലാം ഓപ്പൺ ചെയ്തു അതെല്ലാം നോർമലായിട്ട് വരുന്നതാണ്. അതൊന്നും നമ്മൾ പ്രത്യേകം എംഫസൈസ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല, ഫോളോ ത്രൂ അല്ല അതൊക്കെ വരുന്നതാണ്. ഓക്കെ, ഓൺ സൈഡ് കളിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഓഫ് സൈഡ് കളിക്കുന്ന പോലത്തെ ഒരു ഫ്രീഡത്തോടെ ഓൺ സൈഡ് കളിക്കാൻ പറ്റുന്നത്. കാരണം പെട്ടെന്ന് നമ്മൾ ഓൺ സൈഡിൽ ഫുട് വർക്ക് വയ്ക്കുമ്പോൾ നമ്മൾ ഹിപ്പ് പെട്ടെന്ന് ഓപ്പൺ ആയി വരണമെന്നില്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ ഓൺ സൈഡിൽ നമ്മൾ ഓഫ് സൈഡ് കാട്ടിലും ചെറിയൊരു സ്ട്രൈഡ് വ്യത്യാസം ഉണ്ടാവും. വലിയ ഓഫ് സൈഡ് വെക്കുന്ന പോലെ അത്രയും വലിയൊരു സ്ട്രൈഡ് ഓൺ സൈഡിൽ വെക്കാൻ പറ്റണമെന്നില്ല, പ്രത്യേകിച്ച് ഒരു ഫാസ്റ്റ് ബോളേഴ്സിനെതിരെ കളിക്കുമ്പോൾ. ഇതൊരു അലൈൻമെന്റ് ആണ് ഓൺ ഡ്രൈവിന്റെ. എല്ലാവരും ബോഡി പ്ലെയിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അയാളുടെ ഫുട് വർക്കും ഹാൻഡ്സും ബാറ്റും ഹെഡും എല്ലാം ഒരു പ്ലെയിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇത് അയാളുടെ ഫ്രണ്ട് ഫുട്ട് ടോ ഏകദേശം പോയിന്റ് ചെയ്യുന്ന ഒരു ഡയറക്ഷനാണ്. വെയിറ്റ് ട്രാൻസ്ഫറിന്റെ വേറൊരു സിംറ്റം ആണ്. അയാളുടെ വെയിറ്റ് മൊത്തം ബാക്ക് ഫുട്ടാണ്. അപ്പൊ ഹെഡ് എവിടെയാണെന്ന് കാണാം, ഫ്രണ്ട് ഫുട്ടിന്റെ എത്ര ബാക്കിലാണെന്നുള്ളത്. അതുപോലെ ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം എത്ര എഫിഷ്യന്റ് ആയിട്ട് അയാളുടെ ബോഡി ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്യുന്നു, ഹെഡ് ഓവർ ദ ഫീറ്റ് വരുന്നുണ്ട്, ബോൾ എവിടെ മീറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത്. സോ ബാറ്റിന് ആംഗിള് ഇതെല്ലാം വ്യത്യാസം നിങ്ങൾക്ക് കാണാം. സോ ഇത് ഒരു കറക്റ്റ് ഹെഡ് ഓവർ ദ ഫീറ്റ് ആണ്. കറക്റ്റ് ഹെഡ് ഫ്രണ്ട് ഫുട്ടിന്റെ മുകളിൽ തന്നെയുണ്ട്. അയാളുടെ ബോഡി ഏകദേശം മുമ്പോട്ട് ലീൻ ചെയ്ത് വരുന്നുണ്ട്. ഇത് ഏകദേശം സ്ട്രോക്ക് കളിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു പിക്ചറാണ്. അപ്പൊ കുറച്ചൊരു ഫ്ലെക്ഷൻ ഇവിടെ ഉണ്ട്. അത് ആ സ്ട്രോക്ക് കളിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹിപ്പ് ചെറുതായിട്ട് ഓപ്പൺ ചെയ്ത് വരും. അതിന്റെ ഒരു എഫക്റ്റ് ആണ്. പിന്നെ നമ്മളെ ഇവിടെ കാണാറുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് ഫുട്ട് ഓഫ് സൈഡ് കളിക്കുമ്പോഴും വളരെ റിജിഡ് ആയിട്ട് നിങ്ങൾ സൈഡ് ഓൺ വെക്കുക എന്നുള്ളതാണ്. അത് ഒഴിവാക്കുക. കാരണം വെച്ചാൽ നമ്മുടെ ബോഡി നോർമലി ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഷോൾഡർ ഹിപ്പ് ഒക്കെ യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ ബാക്ക് ഫുട്ട് വളരെ റിജിഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയെ ഒരു ലോക്കിട്ട് പിടിക്കുന്ന പോലെയാണ്. അപ്പൊ അതിനൊരു ഫ്രീഡം ഇല്ല. അപ്പൊ അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യാൻ നിങ്ങൾ വിടുക. അപ്പൊ മിക്കവാറും ഞാൻ കുട്ടികളെ കാണുമ്പോൾ അവരുടെ ബാക്ക് ഫുട്ട് വളരെ റിജിഡ് ആയിട്ട് ഈ സൈഡ് ഓൺ പൊസിഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. അതല്ല, സ്ട്രോക്ക് കളിക്കുമ്പോൾ അതിനൊരു ഫ്രീഡം ഉണ്ടാവണം, എങ്കിൽ മാത്രമേ അതിന് ഫ്രീ ആയിട്ട് ഫോഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആക്ച്വലി എന്താ നടക്കുന്നത്, നമ്മുടെ ഫ്രണ്ട് ഫുട്ട് ഒരു ആങ്കർ പോലെയാണ്. ആ ഫ്രണ്ട് ഫുട്ടാണ് നമ്മുടെ ബോഡിയെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നത്. ലൈക്ക് ഫാസ്റ്റ് ബോളിങ്ങിൽ ഫ്രണ്ട് ഫുട്ടിന്റെ അതേ ഒരു റോള് തന്നെയാണ്. അപ്പൊ ഫ്രണ്ട് ഫുട്ട് എത്ര സ്റ്റേബിൾ ആണോ അത്രയും നന്നായിട്ട് ഈ ബോഡിയുടെ പുറകിലുള്ള ഭാഗങ്ങൾ തന്നെ വർക്ക് ചെയ്യാൻ കഴിയും. ഈ ഹാൻഡ്സും ബാറ്റും ഷോൾഡർ ഹിപ്പും എല്ലാം അതിൽ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്രീഡം നമ്മൾ ഇല്ലാതാക്കുകയാണ്. അതിന്റെ നാച്ചുറൽ വേ ഓഫ് മൂവ്മെന്റ് നമ്മൾ കർട്ടൈൽ ചെയ്യുകയാണ്. അതൊന്ന് പ്രത്യേകം നമ്മൾ എംഫസൈസ് ചെയ്യണം. ബട്ട് അതിനെ ഒരു റിലാക്സ് ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വിടാനോ ഉള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവണം. ഹെഡ് ആൻഡ് ഷോൾഡർ ഇവിടെ നോക്കാം. ഹെഡ്, ഹാൻഡ്സ്, ബാറ്റ് ഇതെല്ലാം ബോളിന്റെ ലൈനിന്റെ അടുത്ത് തന്നെ ഉണ്ട്. അഗൈൻ ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള വെയിറ്റ് ട്രാൻസ്ഫറിന്റെ ഒരു വീഡിയോ ആണ്. അയാൾ കളിക്കുന്നുണ്ട്. അയാളുടെ ഹെഡും വെയിറ്റും ഒക്കെ പുറകെ തന്നെയാണ് ഇരിക്കുന്നത്. അത് ബാറ്റിന്റെ സ്ട്രോക്കിന്റെ കൺട്രോളും പവറും ഒക്കെ അത് എഫക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഓൾ സിംറ്റംസ്, ഇതെല്ലാം സിംറ്റംസ് ആണ്. ഒരു പാറ്റേൺ കാണിച്ചു തരുന്നുള്ളൂ. ഐഡിയലി ഇതൊരു നല്ലൊരു പൊസിഷനാണ്. ബോഡി ഫ്രണ്ടോട്ട് ലീൻ ചെയ്യുന്നു, ഹെഡ് ഓവർ ദ ഫീറ്റ്.
നല്ല ബാലൻസ് പൊസിഷൻ ആണ്, നല്ല സ്റ്റേബിൾ ബേസ് ആണ്. അപ്പൊ ഈ കൈക്കും ബാറ്റിനും വളരെ എഫിഷ്യന്റ് ആയിട്ട് എന്റെ മുകളിൽ നിന്ന് വർക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ നല്ല പവറോടെ ഹിറ്റ് ചെയ്യാനും അതേ സമയത്ത് ആ സ്ട്രോക്കിന് ഡയറക്ഷൻ കൊടുക്കാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ബാറ്റിന്റെ ബോഡിയുടെ ഫ്രണ്ടിൽ മീറ്റ് ചെയ്യുന്നത്. സോ ബോഡിക്ക് അടുത്ത് നമ്മൾ അണ്ടർ ദ ഐസ് മീറ്റ് ചെയ്താൽ എന്താ അഡ്വാൻറ്റേജ് എന്നല്ല നമ്മൾ ഒരുവിധം മനസ്സിലായി കഴിഞ്ഞു. സ്ട്രോക്കിന് പവറും കൺട്രോളും എല്ലാം കൊടുക്കാൻ വേണ്ടി കുറച്ചുകൂടെ ബോഡിക്ക് അടുത്ത് വെച്ച് തന്നെ മീറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ എഫിഷ്യന്റ്. ഇനി അടുത്ത ഓൺ ഡ്രൈവ് കളിക്കുമ്പോ നമ്മൾ പറയാറുണ്ട്, ഓൺ ഡ്രൈവ് കളിക്കുമ്പോൾ ബാറ്റ് കുറച്ച് പുറത്തുനിന്ന് കൊണ്ടുവരാൻ വേണ്ടി പറയാറുണ്ട്. അപ്പൊ അങ്ങനെ കളിക്കുമ്പോൾ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ, ഒന്ന് ബാറ്റ് ബോളിന്റെ ലൈനിൽ വരുമ്പോഴത്തേക്കും ബാറ്റിന്റെ പകുതിയെ ബോളിൽ മീറ്റ് ചെയ്യുന്നുള്ളൂ. മാത്രമല്ല മിസ് ചെയ്യാനുള്ള സാധ്യത അധികമാണ്. നമ്മൾ സാധാരണ ഒരു സ്ട്രൈറ്റ് ഡ്രൈവ് കളിക്കുന്ന അതേ മൂവ്മെന്റ് തന്നെയാണ് ഓൺ ഡ്രൈവും കളിക്കാൻ വരുന്നത്. അത് നമ്മൾ കൂടുതൽ ലെഗ് സൈഡിലോട്ട് കളിക്കുമ്പോൾ ബോൾ കൊള്ളുന്ന ഇമ്പാക്ട് സമയത്ത് ബാറ്റ് ഒന്ന് ബോളിന് ഡിഫ്ലക്ഷൻ കൊടുക്കുള്ളൂ. അതർവൈസ് നമ്മൾ ബാറ്റ് വളരെ സ്ട്രൈറ്റ് ആയിട്ട് സ്ട്രൈറ്റ് ഡ്രൈവ് കളിക്കുന്ന പോലെ രീതിയിൽ തന്നെയാണ് കൊണ്ടുവരേണ്ടത്. ഒരുപാട് കുട്ടികൾ ഈ സ്ട്രോക്ക് കളിക്കുമ്പോൾ അയാളുടെ പാഡിൽ വന്ന് ബോൾ അടിച്ചു പോകുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പം അത് മിക്കവാറും അയാളുടെ ഫ്രണ്ടിലത്തെ ഷോൾഡർ കൊണ്ട് ലീഡ് ചെയ്യാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ എൻകറേജ് ചെയ്തിട്ടുണ്ടാവും ഓൺ സൈഡിൽ കളിക്കുമ്പോൾ ബാറ്റ് കുറച്ച് ദൂരെ നിന്ന് കൊണ്ടുവരാൻ. അതുപോലെ തന്നെ ഓഫ് സൈഡിൽ കളിക്കുമ്പോൾ കുറച്ച് ഫൈനലിലേക്ക് നിന്ന് കൊണ്ടുവരാൻ. ഇതെല്ലാം ആരെങ്കിലും അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കൊടുത്തു കാണാം. ആക്ച്വലി നല്ലൊരു പ്രോപ്പറായിട്ട് ബാറ്റ് ബോഡിയിൽ കയ്യിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോഡി ചേർന്ന് തന്നെ ബാറ്റ് ഇരിക്കും. അപ്പൊ നമ്മുടെ മുമ്പത്തെ ഷോൾഡർ എങ്ങോട്ട് മൂവ് ചെയ്യുന്ന അതിനനുസരിച്ച് ബാറ്റ് അതിന്റെ ഡയറക്ഷൻ ഓട്ടോമാറ്റിക്കലി മാറിക്കോളും. അപ്പം ഇത് ഞാനൊരു കണ്ട കാര്യങ്ങളാണ്. അപ്പം ആ ഒരു പാറ്റേൺ ഇവിടെ കാണിച്ചതേ ഉള്ളൂ. ഇതൊരു അലൈൻമെന്റിന്റെ അഗൈൻ ഒരു പിക്ചറാണ്. എല്ലാം ആ ബോഡി പ്ലെയിന്റെ അകത്ത് തന്നെ ഉണ്ട്. ഫുട് വർക്ക്, ഹിപ്പ്, ഷോൾഡേഴ്സ്, ബാറ്റ്, ഹെഡ് എല്ലാം അതിന്റെ അകത്ത് തന്നെ ഉണ്ട്. ഇനി അടുത്ത ഫ്രണ്ട് ഫുട്ട് ഡിഫൻസിലോട്ടാണ് പോകുന്നത്. കുറച്ചൊരു മെത്തേഡ് ചേഞ്ച് ഉണ്ട്. അഗൈൻ അതിലുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അയാളുടെ ഹെഡ് പുറകിലാണ്, ബാറ്റിന്റെ ആംഗിൾ നോക്കുക, ബോളിലെ ബൗൺസിന്റെ മുകളിലോട്ടാ വന്നിട്ടില്ല. ഇതെല്ലാം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ഫ്രണ്ട് ഫുട്ട് ഡിഫൻസിന്റെ ഒരു കാര്യം എടുക്കുമ്പോൾ. കാരണം വെച്ചാല് സ്പിന്നേഴ്സിനെ അല്ലെങ്കിൽ ഒരു ബിഗ് ഇന്നിങ്സ് കളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഒരു സ്ട്രോക്ക് ഇതാണ്. രാവിലെ തൊട്ട് വൈകിട്ട് ഒരു ബാറ്റ്സ്മാൻ കളിക്കുകയാണെങ്കിൽ അയാൾ ഏറ്റവും പോകുന്ന ഒരു സ്ട്രോക്ക് ഇതാണ്. അപ്പം ഇതിലധികം നമ്മൾ ആരും വർക്ക് ചെയ്യാറില്ല. ആദ്യം നമ്മുടെ കോച്ചിങ് ക്യാമ്പുകളിലൊക്കെ ഇത് പഠിപ്പിക്കുന്നത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ ഇതൊന്നും അധികം ശ്രദ്ധിക്കാറില്ല. ബട്ട് ഒരു മാച്ചിന് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഒരു സ്ട്രോക്ക് ഇതാണ്. ഡിഫൻസ് ഉണ്ടെങ്കിൽ ഒരു പ്ലെയറിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. ഇവിടെ അയാളുടെ ബാറ്റിന്റെ ആംഗിളും ബോഡി പോസ്ചറൊക്കെ നിങ്ങൾക്ക് കാണാം. വേറൊരു സിംറ്റം ആണ് അപ്പർ ബോഡി ഫോർവേഡ് ലീൻ ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ്. എങ്ങനെ അയാളുടെ ബോഡി ലീൻ ചെയ്ത് സ്ട്രൈഡ് യൂസ് ചെയ്ത് ബോളിന്റെ പിച്ചിൽ എത്തിയിട്ടുണ്ട്. ഹെഡ് ഓവർ ദ ഫീറ്റ് ആണ് ആൻഡ് ബാറ്റ് സ്ലൈറ്റ്ലി ഇൻ ഫ്രണ്ട് ഓഫ് ദ പാഡ് ഇങ്ങനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് എപ്പോഴും നമ്മൾ ഈ സ്ട്രൈഡ് യൂസ് ചെയ്യുന്ന വെച്ചാൽ എത്രത്തോളം ബോളിന്റെ ഡീവിയേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ബോളിന്റെ പിച്ചിൽ എത്തുമ്പോൾ അതിന്റെ ബൗൺസും ഡീവിയേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ട് എപ്പോഴും നമ്മൾ ഡിഫൻസ് കളിക്കുമ്പോൾ ബോളിന്റെ പിച്ചിൽ എത്തുമെങ്കിൽ മാത്രമേ അത്രയും സ്ട്രൈഡിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം വെച്ചാൽ ഇപ്പൊ ബോൾ കുറച്ച് പുറകിൽ വീഴുകയാണെങ്കിൽ നമ്മൾ ഇതേ പൊസിഷനിൽ നിന്നാൽ നമുക്ക് ആ ബോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം ജഡ്ജ്മെന്റ് വളരെ അത്യാവശ്യമാണ്. അപ്പോ സ്പിന്നേഴ്സിനെതിരെ കളിക്കുമ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് ആണ്. ഫുൾ സ്ട്രൈഡ് ഡിഫെൻഡ് ചെയ്യേണ്ടത് ബോളിന്റെ ബൗൺസും ആ സ്പിന്നും അതിന്റെ അടുത്തെത്തുമെങ്കിൽ മാത്രം അത് യൂസ് ചെയ്താൽ മതി. കാരണം ഈതർ വേ നമ്മൾ ബോളിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ബാറ്റിന്റെ മിഡിൽ കൊണ്ട് തന്നെ കളിക്കണം, ബാറ്റ് കൊണ്ട് തന്നെ കളിക്കണം. അപ്പൊ ഇതൊക്കെ നമ്മള് സ്പിന്നേഴ്സിനെതിരെ കളിക്കുമ്പോൾ ഇതൊക്കെ വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. നമ്മൾ എപ്പോഴും
ഫ്രണ്ടില് ഫുൾ സ്ട്രെച്ച് തന്നെ ഡിഫെൻഡ് ചെയ്താൽ എപ്പോഴും സ്പിന്നേഴ്സിന് സക്സസ്ഫുൾ ആവണമെന്നില്ല. Again, അത് depends upon the how well you judge the flight of the ball. പണ്ട് നമ്മളെല്ലാം പഠിച്ചത് ഇങ്ങനെയാണ്, ബാറ്റ് ആൻഡ് പാഡ് ക്ലോസ് ടുഗദർ. അപ്പം അതിൽ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഇതാണ്. ഇപ്പൊ ഈ ബാറ്റ്സ്മാൻ നിന്ന് നോക്കിയാൽ പാഡും ബാറ്റും ഒക്കെ ചേർത്ത് കൊണ്ടുവരുന്നുണ്ട്. ബട്ട് ബോള് സ്ട്രെയിറ്റൻ ചെയ്തപ്പോ അയാൾക്ക് ആ ബാറ്റ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി. ഇത് നമ്മുടെ ഇവിടെയും ഒരുപാട് പ്ലേയേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം വെച്ചാൽ ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ബോൾ ചെയ്യാൻ വരുമ്പോൾ ന്യൂ ബോൾ എറിയാൻ വരികയാണെങ്കിൽ മിക്കവാറും അവര് ടേണിന് വേണ്ടിയായിരിക്കും കളിക്കുക. ബോൾ കുറച്ച് പുറത്തോട്ട് തിരിഞ്ഞു പോകും, അതുകൊണ്ട് അതിനു വേണ്ടിയായിരിക്കും കളിക്കുക. പക്ഷെ ബോൾ മിക്കവാറും ഒന്നി അകത്തോട്ട് വരും, അല്ലെങ്കിൽ സ്ട്രെയിറ്റൻ ചെയ്ത് വരും. അപ്പൊ അവര് കൂടുതലും ഇങ്ങനെ ട്രാപ്പ് ആവാറുണ്ട്. അപ്പൊ അതിന് നമ്മള് ബാറ്റ് കുറച്ച് കാലിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് തന്നെ കളിക്കണം ഡിഫെൻഡ് ചെയ്യുമ്പോൾ. സോ അവിടെ എന്താന്ന് വെച്ചാൽ നമ്മള് ബോൾ ടേൺ ചെയ്താലും നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും, ടേൺ ചെയ്തില്ലെങ്കിൽ സ്ട്രെയിറ്റൻ ചെയ്താലും നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. പാഡിന്റെ ഫ്രണ്ടിൽ കുറച്ചുകൂടെ ഫ്രീഡത്തോടെ മൂവ് ചെയ്യാൻ കഴിയും. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഒരു സോഫ്റ്റ് ബോളോ ഒക്കെ വെച്ച് നമ്മൾ ഡിഫൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മുമ്പത്തെ കാലിന്റെ പാഡ് യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ ഡിഫൻസ് ചെയ്ത് കളിക്കാനുള്ള ഒരു കാര്യം എൻകറേജ് ചെയ്യുക. കാരണം വെച്ചാൽ ബാറ്റ് കൊണ്ട് കൂടുതൽ കളിക്കാൻ നമ്മൾ എൻകറേജ് ചെയ്യണം. അപ്പം എന്ത് വന്നാലും ഈ ബാറ്റ് ഈ പൊസിഷനിൽ വന്നാലേ കൂടുതൽ ബോള് നമ്മൾ കോണ്ടാക്ട് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഇമ്പാക്ട് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ആ ഒരു ഹാബിറ്റ് നമുക്ക് അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. കാരണം സ്പിന്നേഴ്സിനത് ഈ ഒരു വലിയൊരു മെത്തേഡ് ആവശ്യമാണ്. കാരണം എല്ലാ ബോളേഴ്സും ബോള് എപ്പോഴും സ്പിൻ ചെയ്യിക്കണമെന്നില്ല. അവരുടെ കൂടുതൽ ബോൾ സ്പിൻ ചെയ്യുന്നതോറും ഒരു സ്ട്രൈറ്റ് റൗണ്ടിലായിരിക്കും അവർ കൂടുതൽ വിക്കറ്റ് കിട്ടുന്നത്. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ ബാറ്റ്സ്മാൻമാർ എഫിഷ്യന്റ് ആയിരിക്കണം. അപ്പൊ അതിന് ഡിഫൻസ് വളരെ അത്യാവശ്യമാണ്. താങ്ക് യു. അപ്പം വെർട്ടിക്കൽ ബാറ്റിന്റെ ഏകദേശം ഒരു സിംറ്റംസ് ഒക്കെ ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു. കൂടുതലും ഞാൻ അതിലുണ്ടാകുന്ന കുറച്ച് എറേഴ്സിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചത്. അതിനുള്ള പാറ്റേൺ കുറച്ച് ഞാൻ കാണിച്ചു. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ പാറ്റേൺ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഓക്കെ, ഇതുകൊണ്ടാവാം എന്നുള്ള ഒരു ചെറിയ ആന്റിസിപ്പേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. എന്നിരുന്നാലും നമ്മൾ ആ പ്ലെയറിനെ കൂടുതൽ ഒബ്സർവ് ചെയ്യുന്ന വേണം. ഞാൻ പറഞ്ഞു, കൂടുതലും ടെക്നിക്കൽ കാര്യങ്ങളിലായിരിക്കില്ല കൂടുതൽ മിസ്റ്റേക്ക്. മേ ബി കുറച്ചൊക്കെ അവരുടെ സൈക്കോളജിക്കലായിരിക്കും, മേ ബി ഉള്ളിലുള്ള ഭയമായിരിക്കാം, അല്ല ആ ഭയം ഉണ്ടായ പ്രീവിയസ് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ചെയ്യുന്നതായിരിക്കാം, ഓർ അയാളുടെ ബോള് ജഡ്ജ് ചെയ്യുന്ന കാര്യത്തിലായിരിക്കാം. അപ്പൊ ഏതാണെന്നുള്ളത് നമ്മൾ ഒരു ഒബ്സർവ് ചെയ്തെങ്കിലേ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരു എടുത്തുചാട്ടം ഒഴിവാക്കി ആ പ്ലെയറിനെ നല്ലവണ്ണം പഠിച്ച് തന്നെ ഫീഡ്ബാക്ക് കൊടുക്കുക. കാരണം നമ്മൾ കൊടുക്കുന്ന ഓരോ ഫീഡ്ബാക്കും അയാളുടെ കരിയർ തന്നെ മാറ്റാൻ ഉതകുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിൽ നമ്മൾ വളരെ കറക്റ്റ് ആയിരിക്കുക. ഓക്കെ ടിനു. ഓക്കെ ബിജു, താങ്ക് യു സോ മച്ച്. വെർട്ടിക്കൽ ബാറ്റ് ഷോട്ട് സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ നമുക്ക് മൈൻഡിൽ ഉണ്ടായിരുന്ന കാര്യങ്ങള് കുറച്ചുകൂടെ വ്യക്തത കിട്ടി, കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ ക്ലാസ് തീർച്ചയായിട്ടും സഹായിച്ചു. കോച്ചേഴ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇതിനോട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്ലീസ് ബി ഫ്രീ. ടൈപ്പ് യുവർ ക്വസ്റ്റ്യൻസ് ഇൻ ദ ടൈപ്പ് ബോക്സ്. Okay. I think next class നമ്മൾ നെക്സ്റ്റ് മൺഡേ ഹൊറിസോണ്ടൽ ബാറ്റ് ഷോട്ട്സിലേക്ക് കടക്കാം നമുക്ക്. So if you have any doubts, please feel free to ask. ഞാൻ ഇത് അധികം സ്കിൽ കറക്ഷനിലോട്ട് അധികം പോയില്ല. കാരണം ഇതെല്ലാം ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ച കാര്യങ്ങളാണ്. എങ്ങനെ ഒരു പ്ലെയറിന്റെ ബേസിക്സിൽ എങ്ങനെ വർക്ക് ചെയ്യാം, എങ്ങനെ അയാളുടെ വീഡിയോയില് വഴി അയാളുടെ അനാലിസിസ് എങ്ങനെ നടത്തും, എങ്ങനെ അത് എങ്ങനെ കറക്ഷൻ ചെയ്യാം, കറക്ഷൻ മെത്തേഡ് എല്ലാം നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ അധികം
അങ്ങനത്തെ ഡ്രിൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാത്തത്? I think ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിരുന്നു. SD ക്രിക്കറ്റ് സ്കൂള് ക്വസ്റ്റ്യൻ അല്ല. Is it possible to share some correction drill which will be more useful for all coaches? I think surely we can forward you some correction drills. തീർച്ചയായും അങ്ങനെ കറക്ഷൻ ഡ്രിൽസ് ആഡ് ചെയ്യാം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനത്തെ വീഡിയോ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ നമുക്ക് ഡ്രിൽസ് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത്. കാരണം നമുക്ക് ആവശ്യത്തിന് പ്ലേയേഴ്സിനെ കിട്ടണം, അതിനുള്ള ഒരു പ്രാക്ടീസ് ഫെസിലിറ്റി കിട്ടണം. അപ്പം അവിടെ ഒരു അങ്ങനത്തെ ഒരു കൺസ്ട്രെയിൻസ് ഉണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ബിജു, അത് നമ്മൾ ഒരു സ്ഥലത്തും കൂടെ അല്ല, ഡിഫറെന്റ് ഡിസ്ട്രിക്ട്സിൽ ഇരിക്കുന്നതിന്റെയും കൂടെ പ്രശ്നങ്ങളുണ്ട്. ആക്സസിബിലിറ്റിയുടെ ഇഷ്യൂ ഉണ്ട്. എനിവേ കോർഡിനേറ്റ് ചെയ്തിട്ട് അതിന്റെ ഡ്രിൽസിന്റെ കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. എനി മോർ ക്വസ്റ്റ്യൻസ് വിത്ത് റിഗാർഡിംഗ് ബാറ്റിംഗ് യു ക്യാൻ contact Biju anytime. All right, coaches, any questions, please type if you have any doubts to clear regarding vertical bat shot. ആർക്കെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അങ്ങനെ വീഡിയോസ് അയച്ചു തന്നാൽ നമുക്ക് അത് അനലൈസ് ചെയ്ത് അതിനുള്ള ഡ്രിൽസും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു കൊടുക്കാവുന്നതാണ്. കാരണം നമ്മുടെ ഈ കറക്ഷൻസ് ഒരുപാട് കറക്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് സെൻഡ് ചെയ്ത് തരാൻ കഴിയും. Okay, coaches, guess you don't have much questions to ask in this class. കുറച്ചൊരു സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. നല്ലൊരു മൊമെന്റത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരുന്നതാണ്. Okay, so Deepak has asked a question. Good. Okay, so first question, Biju, what would you advise regarding placing your front foot while playing spin? Anything different when you play office and leggies regarding whether to place it adjacent to the ball or in line? Good question. അതായത് ഇപ്പം നമ്മള് ടേൺ ചെയ്യുകയാണെങ്കിൽ ബോൾ ഡീവിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ബോളിന്റെ സൈഡിൽ വെക്കാൻ പറയില്ല, ബോളിന്റെ ലൈനിലെ വെക്കാൻ പറയുള്ളൂ. ഗുഡ് ക്വസ്റ്റ്യൻ. കാരണം വെച്ചാല് നമ്മൾ ബോളിന്റെ സൈഡിൽ വെക്കുകയാണെങ്കിൽ ബോൾ കൂടുതൽ ടേൺ ചെയ്യണേ ആ ടേൺ കവർ ചെയ്യാൻ കഴിയില്ല. അപ്പൊ മിക്കവാറും ടേൺ ചെയ്യണമെങ്കിൽ ബോളിന്റെ ലൈനിൽ വെക്കുന്നതാണ് അഭികാമി. കാരണം വെച്ചാൽ സൈഡിൽ വെക്കും തോറും ഡീവിയേഷൻ കൂടും, നമ്മൾ ടേൺ കവർ ചെയ്ത് കളിക്കാൻ കഴിയില്ല. സോ ഐഡിയലി നമ്മൾ ബോളിനെ ലൈനിൽ വെക്കുന്നതാണ്. അപ്പൊ ഈ ബാറ്റ് കുറച്ച് ഫ്രണ്ടിൽ കൊണ്ടുവരികയാണെങ്കിൽ ബോൾ ടേൺ ചെയ്താലും ഇല്ലെങ്കിലും നമുക്കത് മാനേജ് ചെയ്യാൻ കഴിയും. അപ്പൊ അത് ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ബോളിന്റെ ലൈനിൽ കാല് വെക്കണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് എന്താണ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അത് കേട്ടൂടാ. ടിനു ഓഡിയോ ഓഫ് ആണ്. സോറി. ഇനി വ്യത്യാസമുണ്ടോ ഓഫീസിനും ലെഗീസിനും കാല് വെക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതെ, നമ്മൾ ഓഫ് സ്പിന്നർ ആണെങ്കിലും നമ്മൾ ബോളിന്റെ സൈഡിൽ കാല് വെച്ചാൽ ബോൾ ഡീവിയേറ്റ് അകത്തോട്ട് ഡീവിയേറ്റ് ആണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ബാറ്റും പാഡും ക്ലോസ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ ബോൾ അധികം ഡീവിയേറ്റ് ചെയ്താൽ പിന്നെ ഇനി ബാറ്റിന് പോകാൻ സ്ഥലമില്ല. കാരണം അവിടെ പാഡ് ഇരിക്കുകയാണ്, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈവൻ എഡ്ജ് എടുത്താലും നേരെ പാഡിൽ തട്ടി പൊങ്ങിപ്പോയുള്ളൂ. ബട്ട് നേരെ മറിച്ച് കുറച്ച് ബാറ്റ് ഫ്രണ്ടിൽ കൊണ്ടുവരികയാണ്, ആ ബോളിന്റെ ലൈനിൽ നമ്മൾ കുറച്ച് ലൈനിന് അടുത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ആ ടേണും മാനേജ് ചെയ്യാൻ കഴിയും. ബോൾ ഡീവിയേറ്റ് ചെയ്തില്ലെങ്കിൽ അതിനനുസരിച്ച് ബാറ്റിനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അപ്പൊ ആ ഒരു മെത്തേഡ് എൻകറേജ് ചെയ്യുന്നതാണ് എന്റെ ഇത്. കാരണം വെച്ചാൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ബാറ്റ് ആൻഡ് പാഡ് ക്ലോസ് ടുഗദർ ആണ്. ബട്ട് അത് എപ്പോഴും എന്താണ് നല്ല സ്പിൻ കളിക്കാൻ എന്താണ് അത്ര എഫിഷ്യന്റ് അല്ല. കുറച്ച് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് തന്നെ കളിക്കണം. ആൻഡ് ഇറ്റ് ഈസ് ഡീവിയേറ്റിംഗ് മോർ ബോളിന്റെ ലൈനിൽ കാല് വെച്ച് തന്നെ. അപ്പം കൂടുതൽ കറക്റ്റാ പറഞ്ഞാൽ നമ്മളൊരു എന്താണ് മലയാളത്തിൽ ചൊല്ലുണ്ട്, ഒരു പട്ടി മുമ്പോട്ട് ഓടുകയാണെങ്കിൽ അതിനെ എവിടെയായിരിക്കും എറിയുക? അതിനെ കാണുന്ന സ്ഥലത്തല്ല, അത് കുറച്ച് ഫ്രണ്ടിൽ നമ്മൾ കല്ല് എയിം ചെയ്ത് എറിഞ്ഞെങ്കിൽ മാത്രമേ അത് ഒരുമ കൊള്ളത്തുള്ളൂ. അതുപോലെ തന്നെ ബോൾ ഡീവിയേറ്റ് വരുന്ന സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാനാണ് ആ സമയത്ത് നമ്മൾ നോക്കേണ്ടത്. അത് കാണുന്ന സ്ഥലത്ത് മീറ്റ് ചെയ്യാൻ നമുക്ക് ഡീവിയേഷൻ കളിക്കാൻ അത്ര എഫിഷ്യന്റ് ആയിട്ട് പറ്റണമെന്നില്ല. ഓക്കെ കോച്ചസ്, നമ്മളിത് കൂടുതലും നെറ്റ്സിലും നമ്മുടെ വീട്ടിലാണെങ്കിലും പോയി എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, നമ്മൾ സ്വയമേ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ
നമുക്ക് കൂടുതൽ ഒരു പ്രാക്ടിക്കൽ ഐഡിയയിൽ നമുക്ക് തന്നെ ഇത് വിലയിരുത്താൻ പറ്റും. ഓൾവേസ് അഡ്വൈസ് യു ടു ഗോ യുവർ സെൽഫ് ആൻഡ് ക്ലിയർ യുവർ ഡൗട്ട്സ് ഓൺ യുവർ സ്റ്റുഡൻസ്. സ്റ്റുഡൻസിന് അടുത്ത് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്ത് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഒരു വിലയിരുത്തൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഫ്രം പ്രജീഷ് ഹരിദാസ്. Any additional tip for opening batsmen for facing new ball? കേട്ടില്ല, ക്വസ്റ്റ്യൻ കേട്ടില്ല. Any additional tips for opening batsmen for facing the new ball? ന്യൂ ബോൾ ഒരു കാര്യം ഞാൻ ആദ്യത്തെ ഇതിലേ പറഞ്ഞു, എന്ന് വെച്ചാല് നമ്മള് ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ ഒരു ബോളറെ ഫേസ് ചെയ്യുക. അതായത് നമ്മളെല്ലാരും ലെഗ് സ്റ്റംപ് ഗാർഡ് എടുത്താണ് മിക്കവാറും നമ്മളെല്ലാരും പഠിപ്പിച്ചിരിക്കുന്നത്. മിക്കവാറും ഒരു 90% ആൾക്കാർ ലെഗ് സ്റ്റംപ് ഗാർഡ് എടുത്ത് തന്നെയാണ് ബാറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്ലോർ ചെയ്യാൻ കഴിയണം. അപ്പൊ നമ്മളെ പ്ലേയേഴ്സിനെ ആദ്യം മുതൽ തന്നെ ഈ എല്ലാ ഗാർഡും എടുത്ത് കളിക്കാൻ അതിന്റെ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പം എന്താണ് ഒരു ബോളർ എന്താണ് ഫോർത്ത് സ്റ്റംപിൽ അധികം കൂടുതൽ എറിയുകയാണെങ്കിൽ ഈ ലെഗ് സ്റ്റംപിൽ നിന്നാൽ ഒരിക്കലും നമ്മൾ അതിന്റെ അടുത്തെത്തി കളിക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങളെ സ്റ്റാൻഡ്സ് കുറച്ചുകൂടെ മിഡിൽ സ്റ്റംപിലാക്കുക, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഒരു ഡീവിയേഷൻ വരുത്തുകയാണെങ്കിൽ കുറച്ചുകൂടെ ബോളിന്റെ ലൈനിന്റെ അടുത്ത് വരാം. അപ്പൊ നിങ്ങൾക്ക് ആ അൺസർട്ടനിറ്റി മാറി കിട്ടും. കാരണം ഇനി ആ ബോളർ അൺസർട്ടനിറ്റി ഒരു അങ്ങനെ ഒരു കോർഡോർ തന്നെ കുറച്ചുകൂടെ മാറ്റിയിടണം. അത് എന്ത് വന്നാലും സ്റ്റമ്പിന്റെ അടുത്തല്ല, കുറച്ച് ദൂരെയാണ്. അപ്പൊ അങ്ങനെ ഒരു വേരിയേഷൻ അവിടെ കൊണ്ടുവരാം. ദെൻ എന്താണ് ക്രീസിന്റെ അകത്ത്, ക്രീസിന്റെ എപ്പോഴും നമ്മൾ ക്രീസിൽ നിന്ന് ഒരു ഫീറ്റ് അകത്ത് ഒന്ന് പുറത്തു നിന്ന് ബാറ്റ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. അതും മാറ്റണം. കാരണം ആ ഏരിയയിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം. കുറച്ചുകൂടെ ഫ്രണ്ടിൽ ഒന്ന് ബാറ്റ് ചെയ്താൽ കുറച്ചുകൂടെ ബോളിന്റെ ഡീവിയേഷൻ കുറച്ച് കളിക്കാൻ കഴിയും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ നമ്മളെ എന്താണ് ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു എന്താണ് സിസ്റ്റത്തിൽ നിന്ന് കുറച്ചുകൂടെ അവരെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി കൊടുക്കണം. ഇവിടെ നിന്ന് കളിച്ചു നോക്കും എന്താ അഡ്വാൻറ്റേജ്, ആസ്ക് ക്വസ്റ്റ്യൻസ്. അപ്പൊ അവര് കൂടുതൽ ഐഡിയാസ് അവർ തന്നെ പറയും. അവർ ചെയ്തു നോക്കി അവരുടെ എന്താണ് ആ ഒരു ഫീഡ്ബാക്ക് നമുക്ക് തരും. കുറച്ചുകൂടെ സ്റ്റാൻഡ്സ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കൂ. ഇപ്പം എന്താണ് സ്പിന്നേഴ്സിനാണെങ്കിലും ഈ എന്താണ് സ്റ്റാൻഡ്സിലെ ഗാർഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുത്താം. അപ്പൊ അതും നമുക്ക് ഇതില് കൊണ്ടുവരാവുന്നതാണ്. ഇപ്പൊ ഐഡിയലി നമ്മൾ നോക്കുകയാണെങ്കിൽ ലെഗ് സ്റ്റംപ് ഗാർഡ് എടുക്കുന്ന ഒരു പ്ലെയർ കൂടുതൽ അയാൾക്ക് ഫ്രീഡം അയാളുടെ ഓഫ് സൈഡിൽ കളിക്കാനാണ്. ഓക്കെ, ബട്ട് അതേ പ്ലെയറിനെ നമ്മൾ ഒരു ലെഗ് സ്റ്റംപ് ഗാർഡ് എടുക്കുന്ന പ്ലെയർ ആണെങ്കിൽ രണ്ട് സൈഡിലും കളിക്കാനുള്ള സാധ്യതയുണ്ട്. അയാൾ ഓഫ് സൈഡും കളിക്കാൻ സാധ്യതയുണ്ട്, ലെഗ് സൈഡും കളിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ജൂനിയേഴ്സിനെ കൂടുതലും ഒരു മിഡിൽ സ്റ്റംപ് ഗാർഡ് എടുത്ത് കളിക്കാൻ എൻകറേജ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് അവരുടെ ഗെയിം അനുസരിച്ച് അല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ച് ഇത് മാറ്റി യൂസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബൗളറിനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന മിക്കവാറും ഓവർ ദ വിക്കറ്റ് ആയിരിക്കും കൂടുതൽ എറിയുന്നത്. ബട്ട് അവരെ റൗണ്ട് വിക്കറ്റും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ച് അവർ അതിനനുസരിച്ച് എന്താണ് അവർ എറിയാനുള്ള ഒരു എന്താണ് കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ബട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാറില്ല. മിക്കവാറും ഒരു സൈഡിൽ നിന്ന് തന്നെ ആയിരിക്കും എറിയുന്നത്, ഒരു ഗാർഡ് തന്നെ ആയിരിക്കും എടുക്കുന്നത്. പക്ഷെ അവിടെ ഒരു എന്താണ് ആ ഏരിയ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പൊ അത് ഒന്ന് പ്ലേയേഴ്സിനെ ഒന്ന് എന്താണ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ ബിജു, എനിക്ക് ഒരു ഡൗട്ട് ഉള്ളത്, ഇപ്പൊ മിഡിൽ സ്റ്റംപ് ഗാർഡ് എടുക്കാന്ന് പറഞ്ഞു, അത് മേ ബി ഒരു ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപ് ലൈൻ എറിയുന്ന ഒരു ബോളർ ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപിൽ നിന്നാണ് ഇൻസ്വിംഗ് എറിഞ്ഞാണ് അകത്തോട്ട് കൊണ്ടുവരുന്നത്. പക്ഷെ അതേസമയം ഒരു സ്റ്റംപ് ലൈൻ എറിയുന്ന ഒരു ബോളറിന് മിഡിൽ സ്റ്റംപ് ഗാർഡ് നമ്മൾ അഡ്വൈസ് ചെയ്യും. ഇപ്പം സ്റ്റംപ് ലൈനാണ് കൂടുതലും മിഡിൽ ആൻഡ് ഓഫ് സ്റ്റംപിൽ നിന്നാണ് ആ ലൈൻ ഓഫ് അറ്റാക്ക് ഉള്ളത്. അപ്പം അങ്ങനെ ഒരു ലൈൻ ഓഫ് അറ്റാക്ക് ഉള്ള ബോളറിന് നമ്മൾ മിഡിൽ സ്റ്റംപ് ഗാർഡ് എടുക്കുന്ന അഡ്വൈസബിൾ ആണോ? ഞാൻ അത് പറഞ്ഞത് സിറ്റുവേഷൻ ആണ്. സിറ്റുവേഷൻ ഇപ്പം കൂടുതൽ സ്റ്റംപ് ടു സ്റ്റംപ് അറ്റാക്ക് ചെയ്യുന്ന ബോളറാണെങ്കിൽ അഗൈൻ സിറ്റുവേഷൻ ആണ്. അത് ആ ബാറ്റ്സ്മാന്റെ സ്ട്രെങ്ത് അനുസരിച്ച് ഇപ്പൊ അയാൾ ഈസ് ഗുഡ് ഓൺ ഹിസ് പാഡ്സ്, അപ്പൊ അയാൾക്ക് കുറച്ചൊരു മിഡ് ആൻഡ് ലെഗ് ഗാർഡ് എടുക്കുന്നുണ്ട്. കാരണം എത്രത്തോളം സ്ട്രൈറ്റ് എറിയോ അത്രത്തോളം അയാൾക്ക് സ്കോറിംഗ് ഏരിയ കൂടുതലാണ്. ഡിപ്പെൻസ്, അത് ആ സിറ്റുവേഷൻ അനുസരിച്ചാണ്. അപ്പൊ ടിനു പറഞ്ഞ പോലെ ഇപ്പൊ വിക്കറ്റ് എറിയാണെങ്കിൽ മിഡ് ആൻഡ് ലെഗ് ഗാർഡ് എടുക്കുന്നതിൽ തെറ്റില്ല. കാരണം വെച്ചാൽ എത്രത്തോളം സ്ട്രൈറ്റ് ആവുന്നു അത്രത്തോളം അത് എന്താണ് ഓൺ സൈഡിലോട്ട് കളിക്കാനുള്ള ഒരു ചാൻസസ് കൂടുകയാണ്. അപ്പൊ അത് അഗൈൻ സിറ്റുവേഷനിലാണ്. നമുക്ക് ഇത് ഇന്ന കാര്യം തന്നെയാണ് എന്താണ് ശരി എന്നുള്ള ഇതിൽ പറയാനില്ല, സിറ്റുവേഷൻ. ഓക്കെ ബിജു, ഐ തിങ്ക് അതുകൊണ്ട് പ്ലെയറിന് തന്നെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, ഒരു കാര്യം കൂടെ ബിജു, ന്യൂ ബോളിന്റെ വിഷയം വന്നപ്പോഴാണ്, ന്യൂ ബോൾ നമ്മൾ എപ്പോഴും എസ്പെഷ്യലി സ്വിംഗ് ചെയ്യുന്ന ബോൾ നമ്മൾ എത്ര ലേറ്റ് ആയിട്ട് കളിക്കണയാണോ നല്ലത്, ഓർ വി അറ്റാക്ക് ദ ബോളിന്റെ അടുത്തേക്ക്, അതായത് നമ്മളിപ്പോ സ്വിംഗ് കട്ട് ചെയ്യാൻ ഗ്രീസിൽ മുമ്പിൽ കയറി നിൽക്കാറുണ്ട് ചില ബാറ്റ്സ്മാൻ.
സ്വിങ് കട്ട് ചെയ്യാൻ. പക്ഷെ അതേസമയം വേറൊരു തിയറി ഉണ്ട്, അതായത് പ്ലേ ദ ബോൾ ലേറ്റ്, എത്രത്തോളം ലേറ്റ് ആയിട്ട് കളിക്കാൻ പറ്റും അത്ര ലേറ്റ്. അത് എങ്ങനെയായിരിക്കും നമ്മളത് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇപ്പൊ ഞാൻ ഇതില് ഒരു പ്ലെയർ രണ്ടും അറിഞ്ഞിരിക്കണം. കാരണം വെച്ചാല് എപ്പോഴും എന്താണ് ഒരു മെത്തേഡ് വർക്ക്ഔട്ട് ആവണമെന്നില്ല. ചിലപ്പോൾ ഒരു മീഡിയം പേസർ ആയിരിക്കും സ്വിങ് അറിയുന്നത്, അപ്പൊ അയാൾക്ക് വേണമെങ്കിൽ കീപ്പർ അപ് ടു സ്റ്റംപ്സ് നിർത്താം. ആ സാഹചര്യത്തിൽ നമുക്ക് ഈ ക്രീസിന്റെ ഫ്രണ്ടിൽ നിന്ന് ബാറ്റ് ചെയ്യാന്നുള്ള ആ ഒരു സിറ്റുവേഷൻ യൂസ്ഫുൾ ആവണമെന്നില്ല. അപ്പൊ അവിടെ എത്രത്തോളം ബോളിന് വേണ്ടി സ്വിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ യൂസ് ചെയ്തത്. വിത്ത് സ്വിങ്, അതായത് ബോളിന്റെ സ്വിങ്ങിന്റെ കൂടെ കളിക്കുന്നതാണ് അവിടെ യൂസ്ഫുൾ. ബട്ട് നേരെ മറിച്ച് ഇപ്പം ബൗളർ അടുത്ത് വിളിക്കുന്നില്ല, അപ്പം നമുക്കറിയാം ബോൾ സ്വിങ് ചെയ്യണമെങ്കിൽ ബോളറിന്റെ കയ്യിൽ നിന്ന് ബോൾ റിലീസ് ചെയ്തതിന്റെ കുറച്ച് സർട്ടൺ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തെങ്കിൽ മാത്രമേ ബോൾ സ്വിങ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ എത്രത്തോളം അതിനു മുമ്പേ, അതായത് ആ ഒരു സ്വിങ് ചെയ്യുന്ന സമയം ആ ഒരു ഡിസ്റ്റൻസിന് അവിടെ വെച്ച് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം കുറച്ച് ഡീവിയേഷൻ നമ്മൾ കളിച്ചാൽ മതി. അപ്പൊ ഇത് രണ്ടും ഒരു ആസ് എ പ്ലെയർ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, സിറ്റുവേഷൻ ആണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പം കീപ്പർ അടുത്ത് വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫ്രണ്ടിൽ നിന്ന് ബാറ്റ് ചെയ്യാം. ആ സ്വിങ് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ബോളറിനെ ഇൻഎഫക്റ്റീവ് ആക്കാം. അപ്പം ഓബിയസ്ലി എന്താണ്, നിങ്ങൾ കെയർ ചെയ്യുന്ന ബാറ്റ് ചെയ്യുമ്പോൾ മേ ബി ഒരു നല്ലൊരു അഗ്രസീവ് ഫാസ്റ്റ് ബോളർ മേ ബി ഷോർട്ട് ബോൾസ് ട്രൈ ചെയ്യുന്നിരിക്കാം. അപ്പൊ എഗൈൻ ഷോർട്ട് ബോൾസ് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു ടാക്ടിക്കൽ ഒരു മൂവ് എന്ന നിലയ്ക്ക് അവര് ആ സമയത്ത് അയാൾ ഷോർട്ട് ബോൾ എറിയുകയാണെങ്കിൽ ബൗൺസേഴ്സ് എറിയുകയാണെങ്കിൽ എഗൈൻ വിക്ടർ നിങ്ങൾക്ക് തന്നെ. കാരണം വെച്ചാൽ അയാളുടെ അഡ്വാൻറ്റേജ് ബോൾ സ്വിങ് ചെയ്യുന്നതാണ്. അയാൾ അത് വിട്ടിട്ട് നിങ്ങളുടെ ബോഡി അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഷോർട്ട് ബോൾ എറിയാനോ നിങ്ങൾ ശ്രമിക്കുകയാണ്. അപ്പൊ ഇതർ വേ അതും ഒരു ടാക്ടിക്കൽ പ്രോ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി പറഞ്ഞ പോലെ പ്ലേയിങ് ദ ബോൾ വെരി ലേറ്റ്, അതായത് സ്വിങ് ചെയ്തതിനു ശേഷം ലേറ്റ് ആയിട്ട് കളിക്കുന്നതും ആവശ്യമാണ്. കാരണം വെച്ചാൽ മീഡിയം പേസസ് അറിയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് വിക്കറ്റ് കീപ്പർ അപ് ടു സ്റ്റംപ്സ് വിളിക്കാറുണ്ട്. അപ്പൊ അവിടെയും ഈ ഒരു വെർസറ്റൈലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഒരു റിജിഡ് ആയിട്ട് അല്ലാണ്ട് ഇത് രണ്ടും ഒരു ബാറ്റ്സ്മാനെ അറിയാമെങ്കിൽ അത് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറയണം. ഈ മെത്തേഡുകളെല്ലാം അവര് പ്ലേയേഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യണം. അത് കൂടുതൽ അവരുടെ കളിക്കാനുള്ള ആ ഒരു ഗെയിം അവയർനെസ്സിനെയും ടാക്ടിക്കൽ അവയർനെസ്സിനെയും കൂട്ടത്തേ ഉള്ളൂ. Okay, Biju. Thank you so much. I think more the questions we ask, നമുക്ക് കൂടുതൽ അറിവ് നേടാനും നമ്മൾ കൂടുതൽ ഇൻഫോംഡ് ആവാനായിട്ടുള്ള chances കൂടുതലാണ്. So I encourage all to ask questions, coaches. So today I think we have crossed the time. So thank you all for joining in. Hope it was informative class for you. Please give your feedback also in the group. WhatsApp ഗ്രൂപ്പിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എഴുതി അറിയിക്കാൻ നിങ്ങൾ. അപ്പോൾ നമുക്ക് വേറെ എന്തൊക്കെയൊക്കെ ചേർക്കാൻ പറ്റും, വേറെ എന്തൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ ഞങ്ങൾക്ക് വേണം. So please add your feedback in the WhatsApp group. And see you tomorrow on Monday, same time 11 o'clock. Okay, for horizontal bat shots. Okay, thank you, coaches. Thank you all. Thank you all coaches. Thank you, Tinu. Thank you, KCA. Thank you very much.